السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. ومن يبتغ غير الإسلام دينا فلن يقبل منه وهو في الآخرة من الخاسرين. نبي أتانا بعد يأس وفترة من الرسل والأوثان في الأرض تعبد. فأمسى سراجا مستنيرا وهاديا يلوح كما لاح الصقيل المهند. وأنذرنا نارا وبشر جنة وعلمنا الإسلام فالله نحمده. تعاليت رب الناس عن قول من دعا سواك إلها أنت أعلى وأمجد. لك الخلق والنعماء والأمر كله فإياك نستهدي وإياك نعبد. അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ തിരൂരിലെ സലഫി പ്രവർത്തകന്മാർ സംഘടിപ്പിച്ചിട്ടുള്ള ഈ മഹത്തായ സമ്മേളനത്തിൻ്റെ വേദിയിലും സദസ്സിലും വന്നു ചേർന്നിട്ടുള്ള എൻ്റെ സഹപ്രവർത്തകരെ, പണ്ഡിതന്മാരെ, നേതാക്കളെ, സ്നേഹസമ്പന്നരായ മറ്റു ശ്രോതാക്കളെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നെറ്റ് സംവിധാനങ്ങളിലൂടെയും റേഡിയോ സംവിധാനങ്ങളിലൂടെയും മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെയും അൽ ഇസ്ലാഹ് റേഡിയോയിലൂടെയും ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന മഹത്തായ അനുഗ്രഹത്തിന്
ശുക്റുള്ളവരായി, നന്ദിയുള്ളവരായി നമ്മുടെ ജീവിതത്തെ മുഴുവൻ അവന് സമർപ്പിക്കുവാനുള്ള ഇഖ്ലാസും തൗഫീഖും അല്ലാഹു നമുക്കെല്ലാം നൽകി നമ്മെ ഓരോരുത്തരെയും അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അവർക്കായി അല്ലാഹു തയ്യാർ ചെയ്തു വെച്ചിട്ടുള്ള സ്വർഗലോകത്തിലേക്ക് ഇടം നൽകപ്പെടുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ ഓരോരുത്തരെയും അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു പ്രമേയത്തിലാണ് നമ്മുടെ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നത്. മതം സുരക്ഷയാണ് എന്ന മഹത്തായ ഒരു സന്ദേശമാണ് ലോകത്തിൻ്റെ മുമ്പിൽ അള്ളാഹുവിൻ്റെ ദീനനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന എല്ലാ ആളുകൾക്കും നൽകുവാനുള്ളത്. രാജ്യത്ത് ഇന്ന് എവിടെ എടുത്തു പരിശോധിച്ചു നോക്കിയാലും സമാധാനമില്ലായ്മയും ശാന്തിയില്ലായ്മയും അസ്വസ്ഥതകളും കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന ഒരന്തരീക്ഷമാണുള്ളത്. സ്വൈരമായി ഒന്ന് പുറത്തിറങ്ങി നടക്കുവാൻ പോലും സ്ത്രീ സമൂഹത്തിന് സാധ്യമാകാത്ത നിലക്കുള്ള അരാജകത്വങ്ങളും ലൈംഗിക അതിക്രമങ്ങളും അതുപോലെ തന്നെയുള്ള ഒട്ടേറെ പ്രതിസന്ധികൾ ഒരു ഭാഗത്ത് വളരെയേറെ ചർച്ചയായി കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യ രാജ്യം പോലും അതിർത്തി പ്രദേശങ്ങളിലുള്ള വെടിയൊച്ചകളുടെ ചർച്ചകൾ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ലാത്ത ഒരവസ്ഥയിലാണ് നാം ഉള്ളത്. യുവസമൂഹമാണെങ്കിൽ ലഹരിയുടെ പിന്നാലെ കുതിച്ചു വാങ്ങിക്കൊണ്ടിരിക്കുന്ന വളരെയേറെ ഖേദകരമായ ഒരവസ്ഥ. കുടുംബങ്ങളിൽ ഛിദ്രത, ബന്ധങ്ങളിൽ വിള്ളലുകൾ മൊത്തം പരിശോധിച്ചു നോക്കിയാൽ കൂട്ടമായ ആത്മഹത്യകളും അതുപോലെ തന്നെ സമൂഹത്തിൽ ആദരിക്കേണ്ടവർ ആദരിക്കപ്പെടാതിരിക്കുന്ന, പരിപാലിക്കപ്പെടേണ്ടവർ പരിപാലിക്കപ്പെടാതിരിക്കുന്ന അവസ്ഥ കാരണത്താൽ വൃദ്ധസദനങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്ന ദുരന്തങ്ങൾ, കുടുംബങ്ങളുടെ ബജറ്റുകൾക്ക് താങ്ങാനാവാത്ത നിലക്കുള്ള നിത്യജീവിതത്തിൻ്റെ രണ്ട് വശങ്ങളും കൂട്ടിമുട്ടിക്കാൻ പാടുപെട്ടുന്ന ജനങ്ങൾക്കിടയിൽ രൂക്ഷമായ വിലക്കയറ്റത്തെ സംബന്ധിച്ചുള്ള ചർച്ചകളും ജനങ്ങളിൽ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം. ഇങ്ങനെ സമൂഹത്തിൽ എവിടെ നോക്കിയാലും അരക്ഷിതാവസ്ഥ, സമാധാനമില്ലായ്മ, ശാന്തിയില്ലായ്മ പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഒരൽപ്പം സമാധാനത്തിന് വേണ്ടി ആളുകൾ എവിടെ പോകണമെന്നറിയാതെ നെട്ടോട്ടമോടിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് അള്ളാഹുവിന് പറയാനുള്ള ഒരു പരിഹാരമുണ്ട്. പ്രശ്നങ്ങൾക്കുള്ള ഏക പരിഹാരം ഇസ്ലാമാണ്. ഇസ്ലാമിൻ്റെ നിയമങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടുന്ന നിലക്ക് കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ അതാണ് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമെന്ന് സർവ മനുഷ്യരോടും ഇസ്ലാം പഠിപ്പിച്ചിരിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അത് മഹാന്മാരായ പ്രവാചകന്മാരിലൂടെ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചതെന്ന് മഹാനായ നമ്മുടെ നേതാവ് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ അത് പൂർത്തിയാക്കി തന്നു. ആ പൂർത്തിയാക്കി തന്ന ആദർശത്തെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞത് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ എന്നാണ്. ഇസ്ലാമിനെ നിങ്ങൾക്ക് ദീനായി തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു,
അതിനെപ്പറ്റി പറഞ്ഞത് എൻ്റെ നിഅമത്ത് എന്നാണ്. മാനവ സമൂഹത്തോട് അള്ളാഹു ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം. അത് ഇസ്ലാം ദീനിൽ അവൻ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. അത് പഠിപ്പിക്കാൻ അള്ളാഹു ഏർപ്പെടുത്തി ലോകത്തേക്ക് അയച്ച ലോകം കണ്ട ഏറ്റവും വലിയ നേതാവ് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഇസ്ലാം പഠിപ്പിച്ചു തന്നു. ആ ഇസ്ലാം അനുസരിച്ച് ജീവിക്കലാണ് പ്രിയമുള്ളവരെ നമ്മുടെ കടമ. ഇങ്ങനെ ജീവിക്കുമ്പോൾ ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്നൊന്നും ഇതിനർത്ഥമില്ല. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തന്നെ പ്രശ്നങ്ങൾക്ക് നടുവിൽ ജീവിക്കേണ്ടവനാണ്. പ്രയാസങ്ങളുണ്ടാകും, പ്രതിസന്ധികളുണ്ടാകും, പരീക്ഷണങ്ങളുണ്ടാകും. എല്ലാവരുടെ ജീവിതത്തിലും പ്രിയമുള്ളവരെ പരീക്ഷണങ്ങൾ സ്വാഭാവികമാണ്. വ്യക്തികളിൽ പരീക്ഷണങ്ങളുണ്ട്, കുടുംബരംഗത്ത് പരീക്ഷണങ്ങളുണ്ട്, സാമൂഹ്യ രംഗത്ത് പരീക്ഷണങ്ങളുണ്ട്, ദീനി പ്രബോധന രംഗങ്ങളിൽ ശക്തമായ പരീക്ഷണങ്ങളുണ്ട്. പരീക്ഷണങ്ങൾ സ്വാഭാവികം മാത്രമാണ്. പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താണ് ഞാനും നിങ്ങളും ചെയ്യേണ്ടത്? അല്ലെങ്കിൽ മാനവ സമൂഹം പരീക്ഷിക്കപ്പെടുമ്പോൾ വൈവിധ്യമാർന്ന കാരണങ്ങളാൽ മനുഷ്യ സമൂഹം പരീക്ഷിക്കപ്പെടുന്ന സന്ദർഭങ്ങളിൽ എന്താണവർ പരിഹാരമായി കാണേണ്ടത്? നമ്മുടെ മുൻഗാമികൾ വിവിധങ്ങളായ ഘട്ടങ്ങളിൽ പരീക്ഷണങ്ങൾക്ക് വിധേയരായപ്പോൾ അവരൊക്കെ സ്വീകരിച്ച കറകളഞ്ഞ ഒരു മാർഗമുണ്ട്. ഇസ്ലാം ദീനിന്റെ കൃത്യമായ ചട്ടക്കൂട്ടിനുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഇസ്ലാം എങ്ങനെയാണോ സഹിക്കാനും ക്ഷമിക്കാനും കാര്യങ്ങളെ നേരിടാനും പഠിപ്പിച്ചതെങ്കിൽ അതിൽ നിന്ന് കടുകിട വ്യതിചലിക്കാതെ കൃത്യമായി പരീക്ഷണങ്ങളുടെ രംഗത്ത് പാറ പോലെ ഉറച്ചു നിന്ന് വിജയിക്കുവാനാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അതല്ലാതെ പരീക്ഷണങ്ങൾ വരുമ്പോ പതറി പിന്മാറുകയല്ല വേണ്ടത്. പ്രിയമുള്ളവരെ, നമ്മളാരും മനസ്സിലാക്കരുത്, പടച്ച റബ്ബേ നീ എന്താ ഞങ്ങളെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? നിനക്ക് ഞങ്ങളോട് വെറുപ്പുണ്ടോ? നീ ഞങ്ങളെ അവഗണിക്കുകയാണോ എന്ന തോന്നൽ ഒരു മനുഷ്യന്റെയും ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ. കാരണം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരധ്യായം തന്നെ സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം. അശദ്ദുന്നാസി ബലാഅൻ അൽ-അംബിയാ സുമ്മൽ അംസലു ഫൽ-അംസലു. ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വിധേയരാകുന്നത് അള്ളാഹുവിന് വെറുപ്പുള്ളവരല്ല, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തവരല്ല, പടച്ച റബ്ബിന് കോപമുള്ളവരുമല്ല. മറിച്ച് ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വിധേയരാകുന്നത്, കഠിന പരീക്ഷണങ്ങൾക്ക് വിധേയരാകുന്നത് അൽ-അംബിയാ, പടച്ച റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അംബിയാക്കൾ തന്നെ. സുമ്മൽ അംസലു ഫൽ-അംസലു, പിന്നീടതാ അവരോടടുത്ത ഏറ്റവും ശ്രേഷ്ഠവാന്മാർ, പിന്നെ അവരോടടുത്ത് നിൽക്കുന്ന ഏറ്റവും ശ്രേഷ്ഠവാന്മാർ. അഥവാ ദീനീ രംഗത്ത് എത്രത്തോളം നമുക്ക് ഈമാനുണ്ടോ, പടച്ച റബ്ബിനോട് അടുപ്പമുണ്ടോ, ഇസ്ലാമിന്റെ നിയമങ്ങൾ കാത്തു സൂക്ഷിക്കണം എന്ന താല്പര്യമുണ്ടോ, അത്രത്തോളം പരീക്ഷണങ്ങളുടെ കാഠിന്യം കൂടുമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു. ഈ പരീക്ഷണം ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ഉണ്ടാകും. നമ്മളൊരു ദഅ്വാ സംരംഭത്തിലല്ലേ ഉള്ളത്, അതുകൊണ്ട് ഞാൻ അതിലേക്ക് വരട്ടെ. ദീനീ രംഗത്ത് നമുക്കൊരുപാട് പരീക്ഷണങ്ങളുണ്ട്, ഇന്ന് മാത്രമല്ല ഏത് കാലഘട്ടത്തിലും. അതേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തിരുവായിൽ നിന്ന് ദീന് കേട്ട് പഠിക്കാൻ അവസരം കിട്ടിയിട്ടുള്ള ആയിരക്കണക്കിന് സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും, അതേ നല്ലവരായ ആളുകളൊക്കെ ജീവിച്ച കാലത്ത് പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിട്ടുണ്ട്. ദീനീ രംഗത്ത്, പ്രബോധന രംഗത്ത് തന്നെ ഒട്ടേറെ പരീക്ഷണങ്ങൾ ഉണ്ടായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തു,
വമൻ യഇശ് മിൻകും ബഅദീ ഫസയറ ഇഖ്തിലാഫൻ കസീറാ. ഓ സമൂഹമേ, ഈ ഉമ്മത്തിന് നബി തങ്ങൾ പഠിപ്പിച്ചതാണ്. എനിക്ക് ശേഷം നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ വഴിയേ നിങ്ങൾക്ക് കാണാം. ഒരുപാട് ഭിന്നതകൾ, ഭിന്നാഭിപ്രായങ്ങൾ, ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ലോകത്ത് നിങ്ങൾക്ക് കാണാം. അങ്ങനെ കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? എന്താണ് ഈ ദീനിൽ ഇങ്ങനെ പല അഭിപ്രായങ്ങൾ? എന്താണിതിങ്ങനെ ചേരിതിരിവ്? എന്താണിതിങ്ങനെ ഭിന്നതകൾ എന്നും പറഞ്ഞ് നിങ്ങൾ ഒരു ഭാഗത്ത് നിരാശരായിക്കൊണ്ട് ക്ഷമയില്ലാതെ കുത്തിയിരിക്കണമെന്നാണോ? അതോ ഹബീബ് എന്താ നിർദ്ദേശം പറഞ്ഞത്? ഫഅലൈക്കും ബിമാ അറഫ്തും മിൻ സുന്നതി വസുന്നതിൽ ഖുലഫാഇൽ മഹ്ദിയീന റാഷിദീന ബഅദി. നിങ്ങൾ എന്ത് ചെയ്യണം അത്തരം ഘട്ടങ്ങളിൽ? നിങ്ങൾ എൻ്റെ സുന്നത്തുകളിൽ നിന്ന്, എൻ്റെ ചര്യകളിൽ നിന്ന് നിങ്ങളും മനസ്സിലാക്കിയതെന്തോ അത് നിങ്ങളും മുറുകെ പിടിച്ചു നിന്നോളണം. സന്മാർഗം സിദ്ധിച്ചിട്ടുള്ള മഹാന്മാരായ അതേ വലിയ നേതാക്കളായ ആ ഖുലഫാവുകൾ ഉണ്ടല്ലോ, അവരൊക്കെ ജീവിച്ച പാതകളെ നിങ്ങൾ പഠിച്ചുകൊണ്ട് അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണേ. ഏത് പ്രതിസന്ധി വന്നാലും കുലുങ്ങാതെ നിന്നോളണമെന്ന് ആരംഭമൊത്ത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അതാ ആശ്വസിപ്പിച്ചിരിക്കുന്നു. അതേ ഒരുപാട് സംഘങ്ങളായി പിരിയും എന്ന് പറഞ്ഞു. എല്ലാ കക്ഷികളും നരകത്തിലേക്കാണ് പോകുന്നതെന്നും ഇല്ലാ മില്ലത്തൻ വാഹിദ, ഒരു സംഘമൊഴികെ എന്നും പറഞ്ഞ് അവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാനദണ്ഡമായി കാണാൻ പറഞ്ഞത്. അവിടുന്ന് എന്താണോ പഠിപ്പിച്ചതെങ്കിൽ ആ പഠിപ്പിച്ചത് സ്വഹാബത്ത് മനസ്സിലാക്കിയല്ലോ. അതിലടിയുറച്ചു നിൽക്കുന്ന ആളുകൾ ആരോ അവർക്ക് യാതൊന്നും ഭയപ്പെടാനില്ലെന്ന സന്ദേശമാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അന്താളിച്ച് അന്തം വിട്ട് രംഗത്ത് നിന്ന് ഒളിച്ചോടിയിട്ടില്ല നമ്മുടെ മുൻഗാമികൾ. പറ പോലെ ഉറച്ചു നിന്നിട്ടുണ്ട്. ഞാനൊന്നും അറിഞ്ഞില്ല, ഞാനൊന്നിനുമില്ല എന്ന മുരടിച്ച നിലപാടും സ്വീകരിച്ചിട്ടില്ല. പിറകോട്ട് മാറിപ്പോയിട്ടില്ല. മറിച്ച് അക്ഷരാർത്ഥത്തിൽ പരീക്ഷണത്തെ പരീക്ഷണമായി തന്നെ ഏറ്റെടുക്കുന്നു. ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണ് റബ്ബേ. ഈ പരീക്ഷണത്തിൽ ഞങ്ങൾ പിറകോട്ടില്ല നാഥ. ആ മാർഗത്തിൽ നീയാണ് ഞങ്ങൾക്കുള്ളത്. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അങ്ങനെ അടിയുറച്ചു നിന്ന മുൻഗാമികളായ മഹാന്മാർ അവർ ആ സ്വീകരിച്ച മാർഗത്തിൽ തന്നെ ചൊറച്ചു നിന്നാൽ പഴക്കാനില്ല. ആ മാർഗം വിട്ടുപോയോ നാം ശിക്ഷിക്കപ്പെടും. അതുകൊണ്ടാണ് നമ്മുടെ മുൻഗാമികൾ എന്ത് ചെയ്തത്? കേരളക്കരയുടെ ചരിത്രത്തിലേക്ക് വരൂ. അതേ ഭിന്നതകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ വന്നപ്പോഴും 1920കളിൽ സംഘടിതമായി നമ്മളൊരു ശ്രമം തുടങ്ങി. എന്തിനു വേണ്ടി? ഏത് പരീക്ഷണ ഘട്ടത്തിലും ഉറച്ചു നിൽക്കാനുള്ള കഴിവ്, അതേ അതിനുള്ള തൻ്റെ ഇടം, അത് കൃത്യമായി ഇസ്ലാമിനെ ഉൾക്കൊള്ളുവാനുള്ള പ്രത്യേകമായ ആ ഒരു മേന്മ മനസ്സിൽ നിലനിൽക്കുവാൻ വേണ്ടി സംഘടിതമായ ശ്രമങ്ങൾ നമ്മൾ തുടങ്ങുകയുണ്ടായി. സഹോദരന്മാരെ, സഹോദരങ്ങളെ, പറഞ്ഞു വന്നത് ഈ ആദർശത്തെ, ഇസ്ലാമിനെ കേരളത്തിൽ അതിൻ്റെ തനിമയോടെ നിലനിർത്തുവാൻ വേണ്ടി നമ്മുടെ മുൻഗാമികൾ ശക്തമായ നിലക്കുള്ള ഒരു സംഘടിത ശ്രമത്തിന് 20കളിൽ തുടക്കം കുറിച്ചു. അങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയ്ക്ക് ഒരു പരീക്ഷണം. എന്തായിരുന്നു ആ പരീക്ഷണം? ഇതിൽ നിന്നൊരു വിഭാഗം വിള്ളലുണ്ടായിപ്പോയി. കാക്കകാരണവന്മാർ ആദരിച്ച് ബഹുമാനിച്ചു പോരുന്ന പലതിനെയും നിങ്ങൾ എതിർക്കുന്നു. പല രൂപത്തിലുള്ള കാരണങ്ങളും ന്യായീകരണങ്ങളും പറഞ്ഞുകൊണ്ട് ആ ഒരു വിഭാഗം ആളുകൾ അല്ലാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, അതിനുവേണ്ടി സ്ഥാപിതമായ പരിശുദ്ധമായ സുന്നത്തുകളെ സമൂഹത്തിന് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, അതിനുവേണ്ടി സ്ഥാപിതമായ ഈ മഹത്തായ സംഘടനയിൽ വിള്ളലുണ്ടാക്കി. എന്ത് കാരണത്താൽ?
യഥാർത്ഥമായ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും വിള്ളലുകൾ വരുത്തിക്കൊണ്ട് സഹോദരങ്ങളെ, ഒരുപാട് ശിർക്കുകളെയും ബിദ്അത്തുകളെയും അവർ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ ന്യായീകരിച്ചു. ശിർക്ക് ചെയ്യാനുള്ള പ്രോത്സാഹനങ്ങൾ, അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുവാനുള്ള ആഹ്വാനങ്ങൾ, അതിനുവേണ്ട പ്രത്യേകമായ തെളിവുകൾ, ദലീലുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, പ്രമാണങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആയത്തുകളെ ദുർവ്യാഖ്യാനിക്കുന്ന, ഹദീസുകളെ ദുർവ്യാഖ്യാനിക്കുന്ന മഹാദുരന്തം നമ്മുടെ കേരളക്കരയിൽ ഉണ്ടായി. നമ്മുടെ നേതാക്കൾ എന്ത് ചെയ്തു? നമ്മുടെ നേതാക്കൾ പതറി പിന്മാറിയില്ല. അവർ ആദർശ രംഗത്തെ ശക്തമായി തന്നെ പ്രതിരോധിച്ചു. നമ്മൾ മനസ്സിലാക്കണം, ശിർക്കിനെതിരെയുള്ള, ബിദ്അത്തുകൾക്കെതിരെയുള്ള ശക്തമായ സമരം പ്രമാണങ്ങൾ നിരത്തിക്കൊണ്ട് നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാരിവിടെ നടത്തി. അങ്ങനെ നടത്തിയ, അതിന് നേതൃത്വം കൊടുത്ത കാലഘട്ടം കഴിഞ്ഞ് പിന്നെയും കാലഘട്ടങ്ങൾ കുറേ പിന്നിട്ടപ്പോൾ അതേ ആ രംഗത്ത് നാം സംസാരിക്കുന്ന ഈ തിരൂരിൻ്റെ പരിസരത്ത് നിൽക്കുമ്പോൾ അതേ നമുക്ക് ഓർക്കാതിരിക്കാൻ കഴിയാത്ത പേരാണ്. ഒരുപാട് ആളുകളുടെ മനസ്സിലേക്ക് തൗഹീദിന്റെയും സുന്നത്തിന്റെയും വെട്ടം പകർന്നു കൊടുത്ത മഹാനായ വെട്ടം അബ്ദുള്ള ഹാജി റഹിമഹുല്ലാ, അതുപോലെ തന്നെ രണ്ടത്താണിയിൽ ജീവിച്ച മഹാനായ സയ്യിദ് മൗലവി റഹിമഹുല്ലാ, ആദർശ രംഗത്തെ ഇളകാത്ത ശക്തമായ ആദർശത്തിന്റെ പ്രതീകമായി നിലകൊണ്ട ആ മഹാന്മാര്, അതുപോലെ തന്നെ വേങ്ങരയിൽ ജീവിച്ച മഹാനായ കുഞ്ഞീദ് മദനി റഹിമഹുല്ലാ, അതുപോലെ തന്നെ എൻ്റെ വന്യ ഗുരുവായ KP മുഹമ്മദ് മൗലവി റഹിമഹുല്ലാ. ഇനിയും പേരു പറയുകയാണെങ്കിൽ ആ പട്ടിക നീളുകയാണ്. ഒരുപാട് ഗ്രന്ഥങ്ങളിലൂടെ, വിശിഷ്യ തവസ്സുൽ എന്ന ഗ്രന്ഥത്തിലൂടെ, അൽ ഇസ്തിഗാസ എന്ന ഗ്രന്ഥത്തിലൂടെ, അസ്സൂഫിയ അഥവാ സൂഫിസം എന്ന ഗ്രന്ഥത്തിലൂടെ തൗഹീദി രംഗത്ത് വലിയ ശക്തമായ മതിൽക്കെട്ട് തീർത്തുകൊണ്ട് പ്രതിരോധം സൃഷ്ടിച്ച മഹാന്മാരായ പണ്ഡിതന്മാർ, അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ ജീവൻ, ഇസ്ലാമിൻ്റെ അടിത്തറ തൗഹീദ് എന്ന പുസ്തകത്തിലൂടെ, അല്ലാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന പുസ്തകത്തിലൂടെ, അതുപോലെ തന്നെ ഒരുപാട് പ്രഭാഷണങ്ങളിലൂടെ ശക്തമായ നിലക്ക് ഈ ആദർശത്തെ കൃത്യമായി പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ സംരക്ഷിക്കാൻ വേണ്ടി പാടുപെട്ട മഹാന്മാർ. സർവശക്തനായ അല്ലാഹുവേ, അവരുടെയൊക്കെ ഖബറുകൾ നീ സ്വർഗത്തോപ്പാക്കി മാറ്റണേ നാഥാ. അവരെയും ഞങ്ങളെയും നിന്റെ സ്വർഗലോകത്തിൽ നീ ഒരുമിച്ച് ചേർക്കണമേ നാഥാ. അതേ, ആ മഹത്തുക്കളായ പണ്ഡിതന്മാർ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചവരാണ്. ഖുതുബക്ക് വേണ്ടി മഹാനായ സയ്യിദ് മൗലവി റഹിമഹുല്ലയെ രണ്ടത്താണിക്കാര് അതേ മസ്ജിദുർ റഹ്മാനിയയിലേക്ക് ക്ഷണിക്കുന്ന കാലത്ത് മഹാനവറുകളെ കുറിച്ചുള്ള ചരിത്രത്തിൽ നമുക്ക് കാണാം. അതേ, എനിക്ക് നിങ്ങളോടൊരു കാര്യമാണ് ഉപാധിയായി പറയാനുള്ളത്. ഞാൻ ഖതീബായി വരാം, ഞാൻ എന്ത് ഖുതുബ പറയണം എന്ന കാര്യത്തിൽ നിങ്ങൾ നിബന്ധന വെക്കരുത്. ഞാൻ എന്ത് സംസാരിക്കണം എന്ന കാര്യത്തിൽ നിങ്ങൾ ഇടപെടരുത്. അല്ലാഹുവിൻ്റെ ഖുർആനും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഹദീസുകളും പറയാനും സംസാരിക്കാനും ഉള്ള എൻ്റെ സ്വാതന്ത്ര്യത്തിൽ കൈവച്ചുകൊണ്ടുള്ള ഒരു ജോലി എനിക്ക് വേണ്ട. ആദർശ രംഗത്തതാ ശക്തമായ നിലക്ക് അന്ന് തന്നെ തൻ്റെ പ്രഖ്യാപനം ഏർപ്പെടുത്തിയ മഹാനായ സയ്യിദ് മൗലവിയെ സംബന്ധിച്ചുള്ള ഓർമ്മക്കുറിപ്പുകൾ എഴുതിയിട്ടുള്ള തൗഹീദിന് വേണ്ടി ഒരു ധന്യജീവിതം എന്ന പുസ്തകത്തിൽ അതേ മഹാനവറുകൾ പറയുന്നുണ്ട്, മിമ്പറിൽ കയറി സ്വതന്ത്രമായി ഖുതുബ നടത്താനുള്ള സ്വാതന്ത്ര്യം എനിക്ക് വേണം. ഖുതുബയിൽ ഇന്ന കാര്യം പറയണം, ഇന്ന കാര്യം പറയാൻ പാടില്ല എന്നൊന്നുമുള്ള നിർദ്ദേശങ്ങൾ കമ്മിറ്റിയിൽ നിന്നുണ്ടാവാൻ പാടില്ല. അതേ സഹോദരങ്ങളെ, അതാണ് നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ചത്. ഓ പ്രബോധകന്മാരെ, ഖുതുബ പറയുന്ന ഖതീബുമാരെ, പ്രസംഗം നിർവഹിക്കുന്ന പ്രാസംഗികന്മാരെ, പ്രഭാഷണം നിർവഹിക്കുന്ന പ്രഭാഷകന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട സ്നേഹജനങ്ങളെ, നമുക്കിതാ സമൂഹത്തോട് പറയാനുള്ളത്, ആദർശം പറയാനുള്ള സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങിടാൻ പാടില്ല. അല്ലാഹ് നമുക്ക് നൽകിയിട്ടുള്ള മാർഗദർശനത്തെ ജനതയുടെ മുമ്പിൽ വളച്ചു കെട്ടില്ലാതെ പറയാൻ
സാധിക്കലാണ് അല്ലാഹു തരുന്ന വലിയ തൗഫീഖ് എന്ന് ചിന്തിച്ചുകൊണ്ട് അതിന് ശുക്റുള്ളവരായിക്കൊണ്ട് മരണം വരെ ഏത് പ്രതിസന്ധി വന്നാലും ഈ പ്രമാണങ്ങളെ വളച്ചുകെട്ടില്ലാതെ പറയാനുള്ള തൗഫീഖിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണേ, പ്രവർത്തിക്കണേ. അതിന് തയ്യാറുള്ളവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുത്തുകൊണ്ട് അതേ അവർക്ക് വേണ്ട രൂപത്തിലുള്ള പ്രോത്സാഹനങ്ങളും ധൈര്യം പകർന്നുകൊണ്ട് സമൂഹമേ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണേ. ഇതാണ് എനിക്ക് എൻ്റെ സഹോദരങ്ങളോട് ആമുഖമായി പറയാനുള്ളത്. ഇനി സഹോദരന്മാരെ, വേറെയും പ്രശ്നങ്ങൾ ഈ സമൂഹത്തിലുണ്ടായി. ആ പ്രശ്നം കൊണ്ട് മാത്രം തീർന്നില്ലല്ലോ. 1940കളിൽ പരീക്ഷണങ്ങൾ നമുക്ക് പിന്നെയും ഉണ്ടായി. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം, കലിമത്തു തൗഹീദ്, അതിൽ തന്നെയും റബ്ബ്, ഇസ്ലാം, ഇബാദത്ത്, ഇലാഹ്, ദീന് തുടങ്ങിയിട്ടുള്ള പ്രത്യേകമായ പദപ്രയോഗങ്ങളെ വ്യാഖ്യാനിക്കുന്നതിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. അതേ മതരാഷ്ട്രവാദത്തിലേക്ക് എത്തിക്കുന്ന ഒട്ടേറെ ചർച്ചകൾ ഉണ്ടായി. മൗലാന മൗദൂദി സാഹിബിന്റെ ഭാഗത്തു നിന്ന് ആ രൂപത്തിലുള്ള വ്യാഖ്യാന കസർത്തുകൾ വന്നപ്പോൾ നമ്മുടെ കേരളത്തിലതാ നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ആ പരീക്ഷണത്തെയും പ്രതിരോധിക്കുന്നു. വന്യനായ കെ ഉമർ മൗലവി റഹിമഹുല്ലാ, അതുപോലെയുള്ള ഒട്ടേറെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ അവരുടെ പ്രൗഢോജ്വലമായ പ്രസംഗങ്ങൾ, അതുപോലെ തന്നെ അവരുടെ ശക്തമായ തൂലികകൾ, പ്രതിരോധ നിര തീർത്തുകൊണ്ട് ആ പരീക്ഷണത്തെയും നമ്മൾ മുന്നോട്ട് അതേ മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ദൗത്യത്തോടെ മുന്നോട്ട് പോയിട്ടുണ്ട്. പരീക്ഷണങ്ങൾ പിന്നെയും തീർന്നിട്ടില്ലല്ലോ. അതേ പരിശുദ്ധമായ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളിലും വന്നിട്ടുള്ള സംഭവങ്ങളെ ബുദ്ധിക്ക് യോജിക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട്, ഇതൊന്നും നാലാൾ കൂടി എടുത്തു പറയാൻ കൊള്ളാത്ത കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനിൽ വന്നിട്ടുള്ള മുഅ്ജിസത്തുകളെ, ഹദീസുകളിൽ പരാമർശിച്ചിട്ടുള്ള സംഭവങ്ങളെ, ഒട്ടേറെ സംഭവങ്ങളെ നിഷേധിച്ചുകൊണ്ട് മതയുക്തിവാദികൾ രംഗത്ത് വന്നപ്പോൾ, അതുപോലെ തന്നെ സ്വഹീഹായ ഹദീസുകളോട് പോലും ക്രൂരമായ ഒരു നിഷേധാത്മകമായ നയം സ്വീകരിക്കുന്ന കക്ഷികൾ വന്നപ്പോൾ എന്താ ചെയ്തത്? നമ്മുടെ മുൻഗാമികളായ മഹാരഥന്മാരായ പണ്ഡിതന്മാർ, അത്തരത്തിലതാ ചേകനൂർ മൗലവി ആയിരുന്നാലും അതുപോലെ തന്നെ CN അഹമ്മദ് മൗലവി ആയിരുന്നാലും അവരുടെ എല്ലാ പ്രമാണവിരുദ്ധമായ വാദങ്ങളെയും തഫ്സീറിലൂടെ തന്നെ ഖണ്ഡിക്കുവാൻ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ലാ, അതുപോലെ തന്നെ KM മൗലവി റഹിമഹുല്ലാ, PK മൂസ മൗലവി റഹിമഹുല്ലാ, അതുപോലെ തന്നെ ഒട്ടേറെ മഹാരഥന്മാരായ ആളുകൾ അവർ രംഗത്ത് വന്നു. ശക്തമായി തന്നെ എന്താണ് ചെയ്യേണ്ടതെങ്കിൽ പകച്ചു നിൽക്കാതെ, ഈ പ്രചരണങ്ങൾക്കിടയിൽ ഇനി എന്ത് എന്ന ചോദ്യത്തിൻ്റെ മുമ്പിൽ പകച്ച് അന്താളിച്ച് നിൽക്കാതെ വേണ്ടത് വേണ്ടപ്പോൾ വേണ്ട രൂപത്തിൽ അങ്ങ് ചെയ്തപ്പോൾ സമൂഹമതാ ശക്തമായി പ്രമാണങ്ങളിൽ തന്നെ ഒതുങ്ങുന്നു. പ്രമാണങ്ങളിൽ തന്നെ അവർ ശക്തമായി അള്ളിപ്പിടിച്ചു നിൽക്കുന്നു. അതേ സമൂഹത്തോടവർ പറഞ്ഞു, ഏത് രൂപത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാലും പതറിപ്പോകരുത്, എത്ര വലിയവനാണെങ്കിലും പ്രമാണങ്ങളെ നിഷേധിക്കരുത്. സമൂഹത്തോട് മുന്നറിയിപ്പ് നൽകി. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഏതെങ്കിലും ഒരു നിയമത്തെ, ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു നിയമത്തെ ആരെങ്കിലും ധിക്കരിച്ചാൽ അതിനുള്ള ശിക്ഷ നാളെ പരലോകത്തേക്ക് മാത്രമല്ല ദുനിയാവിൽ നിന്ന് തന്നെ കൊടുക്കുന്ന അനുഭവങ്ങളല്ലേ ചരിത്രത്തിൽ നമുക്കുള്ളത്. ഹദീസുകളോട് നിഷേധഭാവം സ്വീകരിച്ചാൽ, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിർദ്ദേശത്തെ ആരെങ്കിലും അവഗണിച്ചു കഴിഞ്ഞാൽ പരലോകത്ത് വരാനിരിക്കുന്ന ശിക്ഷയ്ക്ക് പുറമേ ദുനിയാവിൽ തന്നെ അപകടങ്ങളും അതേ ഏറ്റവും വലിയ ദുരന്തങ്ങളും ഉണ്ടായ ചരിത്രങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. പറയട്ടെ ഒരു ചരിത്രം നിങ്ങളുടെ മുമ്പിൽ. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ക്ഷണിക്കുമ്പോൾ മഹാനായ നമ്മുടെ നേതാവിന് ഒരു രീതി ഉണ്ടായിരുന്നു. ദൂരരാജ്യങ്ങളൊക്കെ ഭരിച്ചു കൊണ്ടിരിക്കുന്ന വലിയ വലിയ രാജാക്കന്മാർക്ക്, ഭരണാധികാരികൾക്ക്
ആനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൂതന്മാര് മുഖേന കത്തുകൾ കൊടുത്തയക്കും. മിൻ മുഹമ്മദിർ റസൂലില്ലാഹ്, അള്ളാന്റെ റസൂലായ മുഹമ്മദിൽ നിന്ന് അതേ ഇന്ന വ്യക്തിക്ക് അറിയിക്കുന്ന കത്ത്. അസ്ലിം തസ്ലം, മുസ്ലിമായിക്കോ എങ്കിൽ നിങ്ങൾക്ക് രക്ഷയുണ്ട് എന്ന സന്ദേശമടങ്ങുന്ന, പടച്ച റബ്ബിന്റെ നിർദ്ദേശങ്ങൾ അടങ്ങുന്ന, ജീവന്റെ രക്ഷക്ക് രണ്ട് ലോകത്തും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെ ഉത്ബോധിപ്പിക്കുന്ന കത്തുകൾ അയക്കുന്ന രീതി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനുണ്ടായിരുന്നു. ആ രീതി സ്വീകരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ലോകത്തെ വിറപ്പിച്ചുകൊണ്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കിസ്റ ചക്രവർത്തിക്ക് ഒരു കത്തെഴുതി കൊടുക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് തുടങ്ങിയിട്ടതാ കിസ്റ ചക്രവർത്തിയെ നല്ല നിലക്ക് ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്ന, അവിടുത്തെ ഇസ്ലാമിലേക്കുള്ള ക്ഷണമതാ ദൂതൻ മുഖേന കിസ്റ ചക്രവർത്തിയുടെ സമീപത്തേക്ക് അന്ന് ബഹ്റൈനിന്റെ ഗവർണറായിരുന്ന ഗവർണറുടെ കയ്യിൽ ഏൽപ്പിക്കാൻ കൊണ്ടുപോയി കൊടുക്കാൻ പറയുന്നു. ആ ഗവർണർ അത് വായിച്ച് നേരെ കിസ്റ ചക്രവർത്തിക്ക് കൊടുക്കുന്നു. കിസ്റ ചക്രവർത്തി കത്ത് വായിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിർദ്ദേശമുള്ള കത്ത് വായിച്ചപ്പോൾ ധിക്കാരിയായ കിസ്റ ചക്രവർത്തി എന്താ ചെയ്തത്? ചരിത്രം രേഖപ്പെടുത്തുന്നു, ഫലമ്മാ ഖറഅഹു മസ്സഖഹു, ആ കത്തങ്ങ് വായിച്ച കിസ്റ ചക്രവർത്തി എന്തു ചെയ്യുന്നു? കത്തങ്ങ് പിച്ചി കീറുന്നു, ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്നു. മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശറഫാക്കപ്പെട്ട കൈകൊണ്ട് കൊടുത്തേൽപ്പിച്ച ആ കത്ത് അഷ്റഫുൽ ഖൽഖിന്റെ കുടുംബത്തെ സഹായിക്കാനുള്ള കത്തല്ല. സഹോദരാ, നിങ്ങൾക്ക് പരലോകത്തെ രക്ഷ വേണോ? ജീവിതത്തിൽ രണ്ട് ലോകത്തും അതേ എല്ലാ രൂപത്തിലുമുള്ള സുരക്ഷിതത്വം വേണോ? മുസ്ലിമായിക്കോ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോ എന്നും പറഞ്ഞുകൊണ്ടുള്ള കത്ത് കിട്ടിയ കിസ്റ ചക്രവർത്തി അത് വായിച്ച് അവഗണനയോടെ കീറിക്കളയുന്നു. എന്താ സംഭവിച്ചത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മനസ്സ് നൊന്തു. ഫദഅ അലൈഹിം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്കെതിരെ ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ മസ്ജിഖ്ഹു കുല്ല മുമസ്സഖ്, അതേ റബ്ബേ, നിന്റെ നിർദ്ദേശത്തെ പിച്ചിക്കീറി വലിച്ചെറിഞ്ഞവൻ, അതേ അവനെയും നീ ഛിന്ന ഭിന്നമാക്കണേ. അവന്റെ എല്ലാ കാര്യങ്ങളെയും നീയും പിച്ചി ചീന്തണേ അല്ലാഹ്. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദുആ. എന്താ സംഭവിച്ചത്? രാജ്യം വിറപ്പിച്ച് ഭരിച്ചിരുന്ന, അധികാരത്തിന്റെ പവർ കൊണ്ട് അഹങ്കരിച്ചിരുന്ന, അധികാര കസേര എന്നും എൻ്റെ ആസനത്തിന്റെ കീഴിൽ ഭദ്രമാണെന്ന് വിചാരിച്ചിരുന്ന ആ കിസ്റ ചക്രവർത്തിയുടെ നെകളിപ്പ് നിൽക്കുന്നു. സ്വന്തം കുടുംബത്തിലെ തന്നെ സ്വന്തം മകനതാ ബാപ്പക്കെതിരെ തിരിയുന്നു. അതേ ചക്രവർത്തിയുടെ വയറ്റിന് കുത്തിക്കൊണ്ട് വയറ് കുത്തിപ്പിളർത്തി അയാളുടെ ശരീരം ഛിന്ന ഭിന്നമാക്കിക്കൊണ്ട് മകനതാ അധികാര കസേരയിൽ നിന്ന് ബാപ്പയെ തെറിപ്പിക്കുന്നു. അതേ പഠിച്ചോളണം മുസ്ലിമേ, അധികാരത്തിന്റെ ഹുങ്ക് കൊണ്ട് എന്തും ചെയ്യാൻ എന്നും കഴിയില്ല. അതേ അധികാര കസേര എന്നും ഒരാളുടെ ആസനത്തിന്റെ കീഴിൽ ഭദ്രമല്ല. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു സത്യത്തിനെതിരെ അഹങ്കാരം മൂത്തുകൊണ്ട് ശബ്ദിച്ചപ്പോൾ അതേ ഇത്രകാലവും ഭദ്രമെന്ന് വിചാരിച്ച അവന്റെ സിംഹാസനം അത് തെറിച്ചു പോകുന്നു. അവൻ തന്നെയും ഭൂമിയിൽ എന്നതാ ഛിന്ന ഭിന്നമായിക്കൊണ്ട് നാമാവശേഷമാകുന്നു. നമ്മൾ ചിന്തിക്കണം, എന്താ പ്രിയമുള്ളവരെ സംഭവിച്ചത്? ഇവിടെ നമ്മൾ ആലോചിച്ചോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൽപ്പനയോട്, അവിടുത്തെ നിർദ്ദേശത്തോട്, അവിടുത്തെ ആജ്ഞയോട്, അവിടുത്തെ ഒരു പ്രത്യേകമായ ആ ഒരാഗ്രഹത്തോട് ഇടം തിരിഞ്ഞു നിന്ന് അഹങ്കാരം കാണിച്ചപ്പോഴല്ലേ ഈ സംഭവിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇത്തരത്തിലുള്ള ചരിത്രങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അതേ നമ്മുടെ മുൻഗാമികളതാ ഹദീസ് നിഷേധികളോട്, ഖുർആനിന്റെ മുഅ്ജിസത്തുകളെ നിഷേധിക്കുന്നവരോട്, അതുപോലെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ നിഷേധിക്കുന്ന ആളുകളെ നേരിട്ടിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേ അപ്പോഴും ജനങ്ങൾ എന്ത് ചെയ്തു? ശക്തമായി പ്രമാണങ്ങൾ അവർ പഠിപ്പിക്കപ്പെട്ടപ്പോൾ അവർ ശരിക്കും മനസ്സിലാക്കി എന്താണ് സത്യം.
നമ്മുടെ ബുദ്ധിയല്ല പ്രധാനം, അഖിലിനല്ല പ്രധാനം, നഖിലിനാണ്. നമ്മുടെ ബുദ്ധിയൊക്കെ എത്ര പരിമിതമാണ്. അള്ളയല്ലേ നമ്മെ പഠിച്ചത്. നമ്മെ പഠിച്ച റബ്ബിനെ പഠിപ്പിക്കുന്ന ഒരു നിയമത്തെ നാം ചോദ്യം ചെയ്യാനോ പാടില്ല. അവിടുന്ന് എന്ത് പഠിപ്പിച്ചാലും, അവിടുന്ന് അതേ അള്ളാന്റെ വഹി പ്രകാരം നമ്മോട് എന്ത് പറഞ്ഞാലും ആമന്നാ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, സമീഅനാ ഞങ്ങൾ കേട്ടിരിക്കുന്നു, വഅതഅനാ ഞങ്ങൾ അനുസരിക്കാൻ തയ്യാറാണ് റബ്ബേ. ആ ഒരു പ്രഖ്യാപനത്തിൽ കേരളത്തിലെ മുജാഹിദുകൾ നീങ്ങി. നമ്മുടെ പണ്ഡിതന്മാർ അവർക്ക് ബോധവൽക്കരണം കൊടുത്ത കാലഘട്ടത്തിൽ അവർക്കാരും പിന്നെ കൃത്യമായി തന്നെ ഒരു പതർച്ചയുമില്ലാതെ ആദർശ രംഗത്തവർ മുന്നേറിയിട്ടുണ്ട്. ഇനിയും സഹോദരന്മാരെ, പിന്നെയും അതാ ഓരോന്ന് പോകുമ്പോഴും വേറെ പരീക്ഷണങ്ങൾ വരുന്നു. 2002 അതാ പിന്നെയും വരുന്നു നമ്മുടെ മുമ്പിൽ പരീക്ഷണം. അതെന്താ? ഇതുവരെ പാടുപെട്ട് അധ്വാനിച്ചത് നമ്മൾ എന്തിനാ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ ആദർശത്തിന് വേണ്ടി വീടും കുടുംബവും വിട്ടവരാണ് നമ്മൾ, പ്രയാസങ്ങൾ സഹിച്ചവരാണ് നമ്മൾ, കല്ലേറും കൂക്കുവിളികളും അനുഭവിച്ചവരാണ് നമ്മൾ. അതേ നമ്മുടെ മുൻഗാമികൾ സഹിച്ച എത്ര നമുക്ക് സഹിക്കേണ്ടി വന്നിട്ടില്ല. എന്നാലും പ്രിയമുള്ളവരെ, ഏറെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഈ തൗഹീദിന് വേണ്ടിയാണ് നാം അധ്വാനിച്ച് ഒരുപാട് ബുദ്ധിമുട്ടിയതെങ്കിൽ ആ രംഗത്തുള്ള നമ്മുടെ ദാർഢ്യതയെയാണ്, വിശ്വാസ്യതയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് 2002 നമുക്കൊരു പരീക്ഷണമുണ്ടായത്. അതെന്താ? ശിർക്കിന്റെ പ്രചാരകരുടെ പത്രമോഫീസിൽ പോയിക്കൊണ്ട്, അവരുടെ മുഖപത്രത്തിന്റെ മുമ്പിൽ പോയിക്കൊണ്ട് അതേ ഒരു മൗലവിയതാ അഭിമുഖം കൊടുക്കുന്നു. മൗലവി ഭാഗം മുശ്രിക്കുകൾ തന്നെ. മഹാനായ പി അബ്ദുൽ ഖാദർ മൗലവി അതേ അന്ന് അദ്ദേഹം നേതൃത്വം നൽകിയിരുന്നു. ആ നേതൃത്വം നൽകിയിരുന്ന ആ കാലഘട്ടത്തിൽ തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അന്നും അദ്ദേഹം തന്നെയാണ്. ആ മൗലവിയുടെ പേര് പറഞ്ഞുകൊണ്ട് മൗലവി വിഭാഗം ഇതാ കടുത്ത ശിർക്കിലേക്ക് പോയിരിക്കുന്നു. അവർ കടുത്ത മുശ്രിക്കുകൾ തന്നെ എന്നതാ ഖുറാഫികളുടെ മാസികക്ക് അഭിമുഖം കൊടുത്തുകൊണ്ട് ഒരു സുല്ലമി അഭിമുഖം നടത്തുന്നു. സർവ്വ മുജാഹിദുകളുടെ പേരിലും ശിർക്ക് ആരോപിക്കുന്നു. അവർ ജിന്നുകളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാണെന്ന് പറയുന്നു, പിശാച് പൂജകരാണെന്ന് പറയുന്നു. നാട് നീങ്ങിയ അന്ധവിശ്വാസങ്ങളെ മുഴുവനും അതേ ജിന്നിന്റെ പേരിൽ സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നവരാണെന്ന് പ്രചരിപ്പിച്ചു. ആ സന്ദർഭത്തിൽ നമ്മുടെ നേതാക്കൾ അവർക്കൊരു പതർച്ചയും ഉണ്ടായില്ല. നമ്മുടെ യുവപ്രഭാഷകര് പതറിയില്ല, നമ്മുടെ വിദ്യാർത്ഥികൾ പതറിയില്ല, നമ്മുടെ യുവജനങ്ങൾ പതറിയില്ല, നേതാക്കൾ പതറിയില്ല, പ്രഭാഷകന്മാര് പതറിയില്ല, എഴുത്തുകാര് പതറിയില്ല. എല്ലാവരും ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടെ ആ അപശബ്ദത്തിനെതിരെ തിരിഞ്ഞു. അതായിരുന്നു അപശബ്ദം. ആ അപശബ്ദത്തിനെതിരെ മഹാന്മാരായ നമ്മുടെ പണ്ഡിതന്മാർ വളരെ കൃത്യമായി തന്നെ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ശിർക്കാരോപണത്തെ നേരിട്ടു. എന്താണ് സലഫുസ് സാലിഹീങ്ങളുടെ രീതി? ഖുർആൻ മനസ്സിലാക്കണമെങ്കിൽ, ഹദീസ് മനസ്സിലാക്കണമെങ്കിൽ കേവലം ഒരു ഡിക്ഷണറി പോരാ. അത് പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത് അതാദ്യമായി കേട്ട തലമുറയായ സഹാബാ കിറാം റളിയല്ലാഹു അൻഹും അവരെങ്ങനെയാണോ പ്രമാണങ്ങൾ മനസ്സിലാക്കിയതെങ്കിൽ അതുപോലെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പഴക്കാനില്ല. ശക്തമായി എറണാകുളം സമ്മേളനം, അവിടുന്ന് അങ്ങോട്ട് ശക്തമായ നിലയ്ക്ക് നമ്മളൊരു 10 വർഷം കൊണ്ട് വമ്പിച്ച മുന്നേറ്റം നടത്തി. വലിയ മാറ്റമുണ്ടായി. ശിർക്കാരോപകർക്ക് മാളത്തിൽ ഒളിക്കേണ്ടി വന്നു. അവർക്ക് തലയുയർത്താൻ സാധിച്ചില്ല. എല്ലായിടങ്ങളിലും താഴെ തട്ട് മുതൽ മുകൾ തട്ട് വരെ ജനം ഉണർന്നു. പ്രത്യേകിച്ചതാ യുവസമൂഹത്തിൽ വലിയ ജാഗരണമുണ്ടായി, വിദ്യാർത്ഥി സമൂഹത്തിൽ വലിയ ജാഗരണമുണ്ടായി. അതേ സാൽവേഷനുകൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നു. ഫ്ലക്സ് ബോർഡുകളിലൂടെയുള്ള പ്രബോധനം എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിച്ചവർക്ക് പോലും അന്തം വിട്ട് പതറി നിൽക്കേണ്ടുന്ന ഒരവസ്ഥയോളം നമ്മുടെ ഫ്ലക്സ് ബോർഡുകളിൽ എഴുതി വച്ചിട്ടുള്ള പ്രമാണങ്ങളുടെ ആ ചോദ്യശരങ്ങൾ, പ്രമാണങ്ങളുടെ തിളക്കമതാ
യുവസമൂഹത്തിന്റെ മനസ്സിനെ തെല്ലൊന്നുമല്ല സ്വാധീനിച്ചത്. അങ്ങനെ സാൽവേഷനുകളിലൂടെ ശക്തമായ നിലക്കുള്ള മാറ്റങ്ങൾ ഉണ്ടായി. യുവസമൂഹം നടത്തിയ ക്യാമ്പയിനുകളിലൂടെ യുവാക്കൾക്കിടയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. അതുകൊണ്ടും തീർന്നില്ലല്ലോ. ഈ ഒരു 10 കൊല്ലത്തിനിടയ്ക്ക് തന്നെ ശക്തമായ നിലയ്ക്ക് നമ്മൾ അതേ പ്രബോധന രംഗത്ത് വലിയ മാറ്റം കാഴ്ചവെച്ച മറ്റൊരു മേഖലയായിരുന്നു വിദ്യാർത്ഥി സമൂഹത്തിന്റെ പ്രൊഫഷണൽ മേഖലയിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംഘടിപ്പിച്ചിട്ടുള്ള പ്രോഫ്കോൺ എന്ന പേരിൽ നമ്മൾ ആ ലേബലിൽ നടത്തിക്കൊണ്ടിരുന്ന, ആ ബാനറിൽ നടത്തിക്കൊണ്ടിരുന്ന അതേ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നേടുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി, പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംഘടിപ്പിക്കുന്ന പ്രോഫ്കോൺ. ക്യാമ്പസുകളിൽ അതിൻ്റെ ശക്തമായ ചലനങ്ങളുണ്ടായി. വിദ്യാർത്ഥി സമൂഹം ശരിക്കും ജാഗരണത്തിലായി. അവരിൽ ഒരു വലിയ ഉന്മേഷമുണ്ടായി. എന്താണ് അല്ലാഹ് എന്നറിയാത്ത, അള്ളാഹുവിൻ്റെ കിതാബ് എന്തെന്നറിയാത്ത, മഹാന്മാരായ മുൻഗാമികൾ ആരായിരുന്നു എന്ന് പഠിക്കാത്ത, ലഹരിയുടെയും സെക്സിൻ്റെയും അയാലോകത്ത് മാത്രം വിരാജിച്ച് നടന്നിരുന്ന ഒട്ടേറെ ഇരുട്ട് നിറഞ്ഞ കട്ട പിടിച്ച ഹൃദയങ്ങളുണ്ടായിരുന്ന ഒട്ടേറെ ചെറുപ്പക്കാര് അതേ ഈ പ്രോഫ്കോണിലൂടെ ഇസ്ലാമിൻ്റെ സുന്ദരമായ ശാദ്വല തീരത്തേക്ക് അവരണഞ്ഞു വന്നു. അവരുടെ കൽബുകളിലേക്ക് ഖുർആൻ തെല്ലൊന്നുമല്ല, ശക്തമായ നിലയ്ക്ക് തന്നെ അവരുടെ ഹൃദയങ്ങളിലേക്ക് ഖുർആനിന്റെ പ്രകാശധാരയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളുടേതായ പ്രത്യേകമായ അതേ കാര്യങ്ങളോട് വലിയ താല്പര്യമുണ്ടായി. ആ താല്പര്യമല്ലേ എത്രയോ ആളുകൾക്ക് ഇന്നത് പരിഹാസമായി തോന്നുന്നുവെങ്കിലും പ്രൊഫഷണൽ വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്യാമ്പസുകളിലേക്ക് പോയി നോക്കൂ. പ്രോഫ്കോണുകളിൽ ഒരിക്കലെങ്കിലും വന്നു ചേർന്നിട്ടുള്ള അതേ ചെറുപ്പക്കാരിലേക്ക് നോക്കൂ. അവരുടെ വസ്ത്രധാരണത്തിൽ അത് കാണുന്നുണ്ട്, വാക്കുകളിൽ അത് കാണുന്നുണ്ട്, നോക്കുകളിൽ അത് കാണുന്നുണ്ട്, അധ്യാപകരോടുള്ള പെരുമാറ്റത്തിൽ അത് കാണുന്നുണ്ട്, സഹപ്രവർത്തകരോടുള്ള പെരുമാറ്റത്തിൽ അത് കാണുന്നുണ്ട്, അയൽക്കാരോടുള്ള ബന്ധത്തിൽ അത് കാണുന്നുണ്ട്, മുതിർന്നവരോടുള്ള ബഹുമാനത്തിൽ അത് കാണുന്നുണ്ട്, ഇളയവരോടുള്ള കാരുണ്യത്തിൽ അത് കാണുന്നുണ്ട്. വലിയ മാറ്റമാണ് ഉണ്ടായത്. അങ്ങനെ അവരിങ്ങോട്ട് സ്വഫ് നിൽക്കുമ്പോഴൊക്കെ ഈ രൂപത്തിലൊക്കെ കാര്യങ്ങൾ ഈ 10 കൊല്ലത്തിനിടയ്ക്ക് പഠിച്ച നമ്മുടെ ചെറുപ്പക്കാരും യുവാക്കളൊക്കെ പള്ളികളിൽ വന്ന് സ്വഫ് കെട്ടുന്നത് കാണുമ്പോൾ തന്നെ കണ്ണു നിറഞ്ഞു പോകും. അതെ, ഇന്നും പ്രിയമുള്ളവരെ, ഇങ്ങോട്ടുള്ള യാത്രാമധ്യേ നമസ്കാരത്തിന് പള്ളിയിൽ കയറി നിസ്കരിച്ചിരിക്കുമ്പോൾ വൈകി വന്ന വാഹനത്തിൽ വന്ന ഒരു കൂട്ടം ആളുകൾ ഞാൻ നിസ്കരിച്ചിരിക്കുന്നതിൻ്റെ മുമ്പിൽ അവർ സ്വഫ് കെട്ടുന്നത് കണ്ടപ്പോൾ അൽഹംദുലില്ലാഹ് മനസ്സറിഞ്ഞ് റബ്ബിനെ സ്തുതിച്ചു പോയി. ആരും അവരെ നിയന്ത്രിച്ചിട്ടല്ല, ആരും പറഞ്ഞിട്ടല്ല. 1 മിനിറ്റ് കഥ എത്ര പെട്ടെന്നാണ് അവർ സ്വഫ് ശരിയാക്കിയത്. അതേ കാലോട് ചേർത്ത് നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ബാക്കിൽ നിസ്കരിച്ച സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും അവരുടെ മടമ്പോട് ചേർത്ത് നിന്നുകൊണ്ട്, ചുമലിനോട് ചേർത്ത് നിന്നുകൊണ്ട് ഒട്ടി നിന്ന് തിങ്ങി നിൽക്കുന്ന ആ ഒരു കാഴ്ച, ഇത് യുവാക്കൾക്ക് എവിടെ നിന്ന് കിട്ടിയതാണ്? വിദ്യാർത്ഥികൾക്ക് എവിടെ നിന്ന് കിട്ടിയതാണ്? അവരുടെ പാൻറ് നെരിയാണിക്ക് മുകളിലായത് എവിടെ നിന്ന് കിട്ടിയതാണ്? അവരുടെ മുഖരോമങ്ങൾ അവർ ഷേവ് ചെയ്യാതെ, അല്ലാഹുവേ നീ ഞങ്ങളെ പഠിപ്പിച്ച നിന്റെ നേതാവിൻ്റെ, നിന്റെ പ്രവാചകന്റെ ചര്യയാണിതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എവിടെ വെച്ചാണെങ്കിലും ഈ ചിഹ്നങ്ങളെയൊന്നും മാറ്റിവെക്കാതെ കരുത്തോടെ മുന്നോട്ട് പോകാൻ നമ്മുടെ സഹോദരങ്ങൾക്ക് അവസരം കിട്ടിയത് എവിടെ നിന്ന്? ഇറുകിപ്പിടിച്ച വസ്ത്രവുമായി കൊണ്ട് തൻ്റെ സ്ത്രൈണത തുളുമ്പിക്കുന്ന വസ്ത്രവും ധരിച്ചുകൊണ്ട് ക്യാമ്പസുകളിൽ ആടിപ്പാടി നടന്നിരുന്ന എത്രയോ പെൺകുട്ടികൾ അതേ പർദ്ദ ധരിച്ചുകൊണ്ട്, സ്റ്റെതസ്കോപ്പ് അണിഞ്ഞുകൊണ്ട് അതേ എഞ്ചിനീയറിംഗ് കോളേജുകളിലൂടെ, മെഡിക്കൽ കോളേജുകളിലൂടെ അവരവരുടേതായ ഡ്യൂട്ടികൾ നിർവഹിക്കുന്ന വിദ്യാർത്ഥിനി ലോകത്തെ ഉണ്ടാക്കിയത് നമുക്ക് എങ്ങനെയാണ്? എവിടെ നിന്ന് കിട്ടിയതാണ്? അതേ ചേർക്കുമ്പോൾ ഇല്ലാത്തവർ സംസ്കാരം കുറച്ചു കാലം കഴിഞ്ഞ് നമ്മുടെ എംഎസ്എമ്മുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നപ്പോൾ പപ്പയോടും ഉമ്മയോടും മക്കൾ ലീവിന് വരുമ്പോഴുള്ള പെരുമാറ്റത്തിലുള്ള ഒരു വശ്യത, അതേ ജമാഅത്തിന് പള്ളിയിൽ പോകാനുള്ള ഒരു പ്രത്യേക താല്പര്യം, ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും ആ വിദ്യാർത്ഥികളിൽ കണ്ട മാറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം പലരും നിരുത്സാഹപ്പെടുത്തി. ഇത് തീവ്രവാദമാണ് മക്കളെ, ഇത് ഹുലുവാണ് മക്കളെ, ഇത് അമിതത്വമാണ് മക്കളെ എന്ന് പറഞ്ഞ് അത്തരം സംരംഭങ്ങളെ ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിച്ചപ്പോഴും
പതറിയിട്ടില്ല നമ്മുടെ വിദ്യാർത്ഥി ലോകം, പിന്മാറിയിട്ടില്ല നമ്മുടെ യുവസമൂഹം, ഒതുങ്ങി നിന്നിട്ടില്ല നമ്മുടെ പ്രഭാഷക നേതാക്കൾ. അതേ കൃത്യമായി തന്നെ ആശയത്തെ കൃത്യമായി സമൂഹത്തിന്റെ മുമ്പിലേക്ക് അങ്ങ് കൊടുത്തു. ആ സംവിധാനങ്ങളൊന്നും ഇവിടെ മുരടിച്ചു പോകാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് മാർച്ച് 8, 9, 10 തീയതികളിൽ മലപ്പുറത്തിന്റെ മണ്ണിലതാ പ്രോഫ്കോണിന്റെ വലിയ സംരംഭം നടക്കാൻ പോകുന്നു. പ്രിയമുള്ളവരെ, ബന്ധപ്പെട്ടവരെ മുഴുവൻ വിദ്യാർത്ഥികളെയും ആ മേഖലയിലേക്ക് പറഞ്ഞേക്കൂ. അല്ലാഹുവിന്റെ ദീനവര് പഠിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചര്യകളോട് സ്നേഹമുള്ള, അക്ഷരാർത്ഥത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഇത്തിബാ ചെയ്യുന്ന ഒരു സമൂഹം ഇവിടെ വളരട്ടെ. ആ സമൂഹത്തിന്റെ രക്ഷിതാക്കളാകാൻ, ആ മക്കളുടെ ഉപ്പമാരാകാൻ, ആ മക്കളുടെ ഉമ്മമാരാകാൻ, ആ മക്കളുടെ ജ്യേഷ്ഠന്മാരാകാൻ, ആ മക്കളുടെ അനിയന്മാരാവാൻ പ്രിയമുള്ളവരെ നിങ്ങൾക്കും കൊതിയില്ലേ? നമുക്ക് ഖബറിൽ പ്രാർത്ഥന കിട്ടില്ലേ അവരുടേത്? അതുകൊണ്ട് ആത്മാർത്ഥമായി കൊണ്ട് നമ്മൾ ചിന്തിക്കുക. ആ മേഖലയിലൊക്കെ നമ്മുടേതായ പ്രത്യേകമായ ദൗത്യങ്ങളൊന്നും അവസാനിച്ചിട്ടില്ല, അവസാനിക്കാനും പാടില്ല. മാത്രല്ല, പെരിന്തൽമണ്ണയിൽ ഇന്ന് സമാപിച്ചു എന്ന് തോന്നുന്നു ഇൻസൈറ്റ്, പരിശുദ്ധ ഖുർആൻ മഹാത്ഭുതം എന്ന നിലക്ക് സമൂഹത്തിൻ്റെ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മളത് നടത്തി. മന്ത്രിമാരും വിദ്യാഭ്യാസ നേതാക്കളും വിചക്ഷണന്മാരും പലരും അത് കണ്ടു, പലതും ഉൾക്കൊണ്ടു. ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇനിയും നടക്കേണ്ടതുണ്ട്. സമൂഹത്തിൽ അതൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സഹോദരങ്ങളെ, ഈ രൂപത്തിലുള്ള വലിയ മാറ്റങ്ങൾക്കൊക്കെ കാരണമായ നമ്മുടെ സാൽവേഷനുകൾ, പ്രോഫ്കോണുകൾ, ഇല്ലൂമിനകൾ, അതുപോലെ തന്നെ ഹൈസക്കുകൾ, അതുപോലെ തന്നെ ഇഖ്റ സംവിധാനങ്ങൾ, അതുപോലെ തന്നെ CRE സംവിധാനങ്ങൾ, അതുപോലെ തന്നെ അതേ ഇൻസൈറ്റ് സംവിധാനങ്ങൾ, ഇതൊക്കെയും ഇനിയും നിലനിൽക്കേണ്ടതുണ്ട്, ശക്തമായി തന്നെ നിലനിൽക്കേണ്ടതുണ്ട്. കാരണം അന്നത് നിലനിർത്തിയതിൻ്റെ പേരിലാണ് ശക്തമായി സമൂഹം ആദർശം കൃത്യമായി പഠിച്ചത്. അങ്ങനെ ആദർശ രംഗത്ത് വിള്ളലില്ലാതെ സർവ്വരൂപത്തിലുള്ള കുത്തൊഴുക്കുകളെയും വകഞ്ഞു മാറ്റിക്കൊണ്ട് എല്ലാവരും അടിയുറച്ച് ഒരുമയോടെ മുന്നേറുന്നതിൻ്റെ ഇടക്കഥാ പിന്നെയും വരുന്നു പരീക്ഷണങ്ങൾ. അതെന്താ? ഇതിൽപ്പെട്ടതാണെന്ന് ധ്വനിപ്പിക്കുന്ന ചില ചാരന്മാർ കടന്നു വരുന്നു. ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ മഹാപ്രവാഹത്തിൽ കലക്കലുണ്ടാക്കാൻ ചിലർ കടന്നു വരുന്നു. അവർക്ക് എവിടെ നിന്നോ ചില പ്രഭാഷകന്മാരുടെ സീഡികളിൽ നിന്ന് ചിലതൊക്കെ കട്ടുമുറിച്ചതും അവരുടെ കൈവശമുണ്ട്. അതുകൊണ്ട് അവർ പലരുടെയും വീടുകളിൽ കയറിയിറങ്ങി പല സ്ഥലത്തും അവർ വിതരണം ചെയ്തു. കട്ടുമുറിച്ച ക്ലിപ്പുകളും സീഡികളുമായി നടന്നുകൊണ്ട് അതേ മുജാഹിദുകൾ ഇതാ ഒറ്റക്കെട്ടായി 2002 മുതൽക്ക് ഒരു സമൂഹത്തോട് ശിർക്കാരോപണം നടത്തിയപ്പോൾ പ്രതിരോധ നിര തീർത്ത അതേ സമൂഹത്തിൽ വിള്ളലുണ്ടാക്കാൻ വേണ്ടി ചില ചാരന്മാർ സമൂഹത്തിലേക്ക് കയറി വന്നുകൊണ്ട് കട്ടുമുറിച്ച ക്ലിപ്പുകളും സീഡികളും അവർ പ്രചരിപ്പിച്ചുകൊണ്ട് മുജാഹിദുകൾക്കിടയിൽ അവർ കറങ്ങിത്തിരിഞ്ഞു. അങ്ങനെ കറങ്ങിത്തിരിഞ്ഞപ്പോൾ എന്തുണ്ടായി? പലരും അറിയാതെ തെറ്റിദ്ധരിച്ചു പോയി. ശിർക്കിലേക്ക് പോയി എന്ന് പിന്നെയും പ്രചരണം നടക്കുകയായി. ചിലരൊക്കെ പുസ്തകമിറക്കി. ആ പുസ്തകത്തിന് പലരും അവതാരിക എഴുതി. ചില ഇരുവേറ്റിമാര് അവതാരിക എഴുതി കൊടുത്തു. അതുപോലെ തന്നെ ഹദീസ് നിഷേധത്തിന്റെ ശക്തമായ നിലക്കുള്ള അതേ ഒഴുക്കുകൾ സമൂഹത്തിലേക്ക് വന്നു. അവസാനം കിട്ടേണ്ടതൊക്കെ കിട്ടി എന്ന് വന്നപ്പോൾ, തന്നെ കൊണ്ട് ഇനി ഇവിടെ ആവശ്യമില്ലെന്ന് വന്നപ്പോൾ ആ ചാരനതാ തറവാട്ടിലേക്ക് മടങ്ങിപ്പോകുന്നു. തറവാട്ടിൽ ചെന്നുകൊണ്ട് അവന്റെ പ്രസംഗം തുടരുന്നു. സഹോദരന്മാരെ, ആ രൂപത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായി എന്ന് മാത്രമല്ല, ചാരൻ പോകാൻ എന്താ കാരണം? തിരിച്ചു പോകാൻ കാരണം ചാരന് മനസ്സിലായി ഇനി എൻ്റെ ആവശ്യമില്ല, ഇത് ഏറ്റെടുക്കാൻ ഇവിടെ കുറെ ആളുകളുണ്ട്. അവരത് ഏറ്റെടുത്തു. ചാരൻ പ്രചരിപ്പിച്ചത് അവർ ഏറ്റെടുത്തു. അവർ സമൂഹത്തിന്റെ മുമ്പാകെ പറഞ്ഞു, അതേ മുജാഹിദുകളെ, ഇവിടെ ഇതാ നമ്മൾ ശിർക്കിലേക്ക് പോകാൻ തുടങ്ങിയിരിക്കുന്നു. ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നു. ജിന്നെ രക്ഷിക്കണേ എന്ന് പറയുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. പുഴക്കരയിൽ വെച്ച് ജിന്നിനെ വിളിക്കുന്നവരുണ്ട്. അതേ വിജനമായ പ്രദേശത്ത് വെച്ച് വിളിക്കാമെന്ന് പറയുന്നവരുണ്ട്. ആ രൂപത്തിൽ അതിനൊക്കെ വേണ്ട
വേണ്ട എല്ലാ ലൈസൻസും നൽകുന്നവരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരണമുണ്ടായപ്പോൾ നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാരി നേതാക്കൾ, അതേ മഹാന്മാരായ മുൻഗാമികൾ ആ വിഷയത്തിൽ പഠിപ്പിച്ചത് എന്താണോ അത് സമൂഹത്തെ പിന്നെയും പഠിപ്പിക്കാൻ തുടങ്ങി. ജിന്ന് വിഷയത്തിൽ അന്ധവിശ്വാസങ്ങൾ മാർക്കറ്റ് ചെയ്യപ്പെടുന്നു എന്ന് പ്രചരണമുണ്ടായപ്പോൾ നമ്മുടെ KNM-ന്റെ നേതൃത്വം എന്തു ചെയ്തു? അതേ ഒരു പുസ്തകം ഇറക്കി. ഏതാ പുസ്തകം? അത് പുതിയതായിരുന്നില്ല. മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീറിൽ തന്നെ ജിന്നും ശൈത്താനും എന്ന പേരിൽ മഹാനവറുകൾ കൊടുത്തിട്ടുള്ള ആ ഒരു കുറിപ്പ്, അല്പം നീണ്ട ഒരു കുറിപ്പ് ഒരു പുസ്തകമാക്കിക്കൊണ്ട് നമ്മുടെ KNM ഇറക്കുകയാണ്. ആ പുസ്തകത്തിൻ്റെ 2012 ഇറങ്ങിയിട്ടുള്ള 3ാമത്തെ എഡിഷനാണ് എൻ്റെ കയ്യിലുള്ളത്. അതിൻ്റെ പ്രസാധകന്മാർ അഥവാ KNM കൊടുത്തിട്ടുള്ള അതിൻ്റെ ആ തുടക്കത്തിലുള്ള ഒരു വരി ഞാൻ നിങ്ങളെ കേൾപ്പിക്കട്ടെ. കേട്ടോ. ജിന്ന് പിശാചുക്കൾക്ക് അദൃശ്യജ്ഞാനമുണ്ടെന്നും അഭൗതികമായ മാർഗത്തിലൂടെ നമ്മെ സഹായിക്കാൻ കഴിയുമെന്നും അതിനാൽ അവരോട് സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് വിളിച്ചു പ്രാർത്ഥിക്കാമെന്നുമാണ് KNM-കാരുടെ വാദമെന്നും ഇത് ശിർക്കാണല്ലോ. കേരളക്കരയിൽ നിന്ന് ഇസ്ലാഹി പ്രസ്ഥാനം തുടച്ചു മാറ്റിയ ഈ അന്ധവിശ്വാസങ്ങൾ വീണ്ടും ഇറക്കുമതി ചെയ്തുകൊണ്ട് ശിർക്ക് പ്രചരിപ്പിക്കുകയാണ് KNM ചെയ്യുന്നത് എന്നുമുള്ള അടിസ്ഥാനരഹിതമായ ദുരാരോപണമാണ് ഇവർ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കെതിരെ ചാരൻ നടത്തിയ കട്ടുമുറിച്ച ക്ലിപ്പുകൾ, അതേപോലെയുള്ള പ്രചരണങ്ങൾ, അതൊക്കെ ദുരാരോപണങ്ങളാണ്. നമുക്കതിലൊന്നും പുതിയ ഒരു കാര്യവുമില്ല. നമ്മെക്കുറിച്ച് ആ പറയുന്നതൊക്കെ നാം ശിർക്കിലേക്ക് പോയി എന്ന പ്രചരണം, നാം ജിന്നുകളോട് വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവരാണെന്ന പ്രചരണം, അന്ധവിശ്വാസങ്ങൾ വീണ്ടും ഇറക്കുമതി ചെയ്തുകൊണ്ട് ശിർക്ക് പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്ന ആരോപണം, അതിനെക്കുറിച്ചൊക്കെ നമ്മുടെ ഈ പുസ്തകത്തിന്റെ തുടക്കത്തിൽ തന്നെ പ്രസാദക കുറിപ്പായി വന്നതെന്താണ്? സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അദീം. അല്ലാഹുവേ, നീ എത്ര പരിശുദ്ധൻ, ഇതെത്രമാത്രം വലിയ ദുരാരോപണം തന്നെ എന്നാണ് നമ്മുടെ പണ്ഡിതന്മാർ മറുപടി കൊടുത്തത്. ഇതിൽ മാത്രല്ല KJU-ന്റെ പേരിൽ ഇറക്കപ്പെട്ടിട്ടുള്ള ജിന്ന് പിശാച്ച്, അതുപോലെ തന്നെ റുഖിയ ശർഇയ്യ എന്ന പേരിലുള്ള പുസ്തകത്തിലും നമ്മുടെ പേരിൽ അതാ ചിലർ ആരോപണം ഉന്നയിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന മുജാഹിദുകൾ ജിന്നുകളോട് വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നു എന്നും അതും ആരോപണം തന്നെ. കൂട്ടത്തിൽ ആരും അത് ചെയ്യുന്നവരില്ല എന്ന് ആ പുസ്തകത്തിലൂടെയും പ്രതിരോധിച്ചു. അങ്ങനെ അതാ സർവ്വനിലക്കും പ്രതിരോധങ്ങൾ നടത്തിക്കഴിഞ്ഞ് സമൂഹത്തിൻ്റെ മുമ്പിലതാ അടക്കി നിർത്തിക്കഴിഞ്ഞ സമയത്തും പിന്നെയും അതാ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ ലാബിളും ഒട്ടിച്ചുകൊണ്ട് അതേ സമൂഹത്തിലേക്ക് ഇറക്കിക്കൊണ്ട് ശിർക്ക് ചെയ്യുന്നു. അതേ ശിർക്കിലേക്ക് കൊണ്ടുപോകുന്നു, വിളിച്ചു പ്രാർത്ഥിക്കുന്നു എന്നുള്ള പ്രചരണങ്ങൾ കൊടുമ്പിരി കൊണ്ടുകൊണ്ട് അതേ പലരുടെയും പേരിൽ അത് അടിച്ചേൽപ്പിച്ചുകൊണ്ട് പലരെയും താഴ്വാരംഗത്ത് നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് പലരുടെയും പേരിൽ പല രൂപത്തിലുള്ള കുറ്റപത്രങ്ങളും തയ്യാറാക്കിക്കൊണ്ട് അതേ സമൂഹത്തിൽ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇങ്ങനെ രണ്ട് കൂട്ടരും പറയാൻ തുടങ്ങി. ഒരു കൂട്ടർ ഈ ശിർക്കുണ്ടെന്ന് പറഞ്ഞു, ഒരു കൂട്ടർ ശിർക്കില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അതാ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് അത് വല്ലാത്തൊരു ചർച്ചയായിക്കൊണ്ട് സമൂഹത്തിൽ തെരുവുകളിൽ വെച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരവസ്ഥ വന്നു. അവിടെയാണ് പരിഹാരം ഇനിയും വേണ്ടേ നീയുള്ളവൻ സമ്മേളന നഗരിയിൽ ചോദിച്ചത്. നമ്മൾ ഇങ്ങനെ പോകണോ? ഈ വിഷയത്തിൽ ദുർബലമായ ഹദീസാണ്, അത് ഇനിയും ചർച്ചക്കെടുക്കണം എന്നല്ല ഈ ഉള്ളവൻ പറഞ്ഞത്. ചിലരൊക്കെ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. പണ്ട് ദുർബലമാണ്, ചർച്ച വേണ്ടെന്ന് പറഞ്ഞു, ഇപ്പൊ ചർച്ച വേണമെന്ന് പറഞ്ഞു. ഞാൻ അന്നും ഇന്നും പറയുന്നു അത് ദുർബലം തന്നെ. മുൻഗാമികൾ കൊടുത്ത മറുപടിക്കപ്പുറമുള്ള ഒരു വ്യാഖ്യാനത്തിലേക്ക് പോകണ്ട, ചർച്ച വേണ്ട. ഇനി അതല്ല, ആ വ്യാഖ്യാനത്തിൽ അപകടമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഈ ശിർക്കാരോപണം വരുന്നത്. അപ്പോൾ ഒരു കൂട്ടരുടെ പേരിൽ ശിർക്കാരോപിക്കുമ്പോൾ മറുപക്ഷവും അടങ്ങി നിൽക്കുന്നില്ല, ഞങ്ങളിൽ ശിർക്കില്ല എന്നും പറയേണ്ടി വരുന്നു. അപ്പോൾ പിന്നെയും പ്രശ്നമാണ്.
ശക്തമാകുന്നത് മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഉള്ളവൻ സംസാരിച്ചത് എങ്കിൽ ഇതിനെപ്പറ്റി ശിർക്കാണോ അല്ലേ എന്ന വിഷയത്തിൽ, ശിർക്കുണ്ടോ ഇല്ലേ എന്ന കാര്യത്തിലുള്ള ചർച്ച, അതേ നമുക്കിടയിൽ അത് തീരാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ പലതിലും ആസ്പദിക്കാറുള്ള ഗൾഫ് രാജ്യങ്ങളിലുള്ള ആലിമീങ്ങളെ കണ്ടുകൂടെ, ഒന്ന് ചർച്ച ചെയ്തുകൂടെ? ഇതാണ് ഈ ഉള്ളവൻ ചോദിച്ചത്. ഇപ്പോഴും അതാണ് ആവർത്തിക്കാനുള്ളത്. അപ്പൊ സഹോദരന്മാരെ, ആ നിലക്ക് തെറ്റിദ്ധാരണകൾ നമ്മൾ മാറ്റിയിട്ട് എന്ത് വേണം നാം തെറ്റിദ്ധാരണകളിൽ അകപ്പെടാതെ ശിർക്കിനെതിരെയുള്ള നമ്മുടെ പോരാട്ടം, ഇപ്പോഴും അതാ എനിക്ക് പറയാനുള്ളത്. ശിർക്കിനെതിരെയുള്ള നമ്മുടെ പോരാട്ടം, ബിദ്അത്തുകൾക്കെതിരെയുള്ള നമ്മുടെ പോരാട്ടം ഭിന്ന സ്വരങ്ങളില്ലാതെ നാം മുന്നേറിക്കൊണ്ടിരിക്കണം. കാരണം എന്താ? നമുക്ക് ചുറ്റുപാടുകളിലും ശിർക്കും ബിദ്അത്തുകളും അതാ തഴച്ച് വളർന്നുകൊണ്ടിരിക്കുകയാണ്, ബിദ്അത്തുകൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. നാം ഇങ്ങനെ പരസ്പരം ചേരിതിരിഞ്ഞ് സമയം കളയേണ്ടവരല്ല. അതേ, ശരിക്കും നിലവിലുള്ള യാഥാർത്ഥ്യമുള്ള ശിർക്കിനെതിരെ, ബിദ്അത്തുകൾക്കെതിരെ ഒരേ സ്വരത്തിൽ നമ്മൾ യുദ്ധം ചെയ്യേണ്ടതുണ്ട്, പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പോരാടേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, ഷഹാദത്ത് കലിമയുടെ അർത്ഥം തന്നെയും ആശയം തന്നെയും അട്ടിമറിക്കപ്പെട്ട നിലക്കല്ലേ ഇന്ന് നമ്മുടെ കേരളക്കരയിലുള്ളത്. ഇന്നും അത് നിലനിൽക്കുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഈ ആശയത്തെ അമ്പിയാക്കൾ അതേ നമുക്ക് പകർന്നു തന്നിട്ടുള്ള ഈ ആശയത്തെ, സ്വഹാബത്ത് നമുക്ക് പകർന്നു തന്നിട്ടുള്ള ഈ ആശയത്തിൽ അതാ സ്വന്തം വ്യാഖ്യാനങ്ങൾ ചമച്ചുകൊണ്ട് ശിർക്കിലേക്ക് സമൂഹത്തെ നയിക്കുന്നു, ഖബറുകൾ കെട്ടി ഉയർത്തുന്നു, അതേ പ്രാർത്ഥനകൾ റബ്ബിലേക്കല്ലാതെ ഉയരുന്നു. ഈ ശക്തമായ നിലക്കുള്ള ഈ ശിർക്കിന്റെ പ്രചരണം ഈ മണ്ണിൽ നടക്കുമ്പോൾ, ഇല്ലാത്ത ഒരു യാഥാർത്ഥ്യമല്ലാത്ത സാങ്കല്പികമായ ശിർക്കിന്റെ പേരിൽ ചേരിതിരിയാതെ, പ്രിയമുള്ളവരെ, നമുക്കൊന്നിച്ചുകൊണ്ട് അതേ ഒരുമയോടെ സ്നേഹത്തോടെ ഈ ശിർക്കുകൾക്കെതിരെ, ബിദ്അത്തുകൾക്കെതിരെ ശബ്ദമുയർത്തേണ്ടതില്ലേ? കാരണം എന്താ? അല്ലാഹുവിന്റെ മഹത്വമാർന്ന ഗുണങ്ങളിലാണ് മഹാത്മാക്കളെയും പങ്കു ചേർക്കുന്നത്. പടച്ച റബ്ബിനെ പോലെ കാണുന്നവരുണ്ടെന്ന് പറയുന്നു, പടച്ച റബ്ബിനെ പോലെ കേൾക്കുന്നവരുണ്ടെന്ന് പറയുന്നു, അല്ലാഹനെ പോലെ അറിവുള്ളവരുണ്ടെന്ന് പറയുന്നു, അല്ലാഹനെ പോലെ അറ്റമില്ലാത്ത അറിവും കഴിവുമുള്ളവരുമുണ്ടെന്ന് പറയുന്നു. അങ്ങനെ സമൂഹത്തിൽ എവിടെ നിന്ന് ആര് എപ്പോൾ എന്ത് കാര്യത്തിന് വിളിച്ചാലും അതൊക്കെയും വേർതിരിച്ച് ആയിരങ്ങൾ, 1000 ആവശ്യത്തിന് 1000 സ്ഥലത്ത് വെച്ച് 1000 സമയങ്ങളിൽ 1000 ഭാഷകളിൽ തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി വിളിച്ചു തേടുമ്പോൾ അല്ലാഹു റബ്ബുൽ ആലമീനിന് അതൊരു വിഷയമല്ല. അവന് അടുക്കേ അകലെ എന്ന പ്രശ്നമില്ല, അവന് ദൂരെ അടുത്ത് എന്ന പ്രശ്നമില്ല, അവന് രാത്രി പകൽ എന്ന പ്രശ്നമില്ല, അവന് ഭാഷയുടെ പ്രശ്നമില്ല, അവന് ചോദിക്കപ്പെടുന്ന വിഷയത്തിലും പ്രശ്നമില്ല. അവൻ എല്ലാത്തിനും ഖദീർ തന്നെ, എല്ലാം സമീഅ് തന്നെ, എല്ലാം ബസീർ തന്നെ, എല്ലാം അലീം തന്നെ. ആ വിശ്വാസത്തിന് വിരുദ്ധമായി കൊണ്ട് പടച്ച റബ്ബിനോട് ചോദിക്കും പോലെ മഹാത്മാക്കളോടും ചോദിക്കാമെന്ന് പഠിപ്പിക്കുന്നു. അങ്ങനെ പലരെയും വിളിച്ചു തേടാണ്, പലരെയും വിളിച്ചുകൊണ്ട് തേടുകയാണ്. അതല്ലേ മഹാനായ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയോടും തേടുന്നത്. മുജീറ ഇർലി വഖുദ് ബിയദി മദാമുദദി ഖലീഫത്തല്ലാഹി ഫീനാ മുഹയ്യിദ്ദീനി ബസ്സിർ ഫുആദി സിറാത്തൻ അൻത സാലികുഹു ഫല്ലാഹു അഅതാകഹു ഫഅൻത മാലികുഹു വനജ്ജിഹി من لظى فيها مهالكه سلطان كل ولي محي الدين.
ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയോട് തേടുകയാണ്. വളരെ മനസ്സുറപ്പോടുകൂടി, മനസ്സാന്നിധ്യത്തോടുകൂടി, ഉറക്കം മാറ്റിവെച്ചുകൊണ്ട്, അശ്രദ്ധ പിടികൂടാതെ, ഉളുവെടുത്തുകൊണ്ട് വളരെയേറെ കൃത്യമായി വിളിച്ചോ. വിളിച്ചാൽ വിളിപ്പുറത്ത് ഞാനുണ്ടടോ. എൻ്റെ നാമം 1000 തവണ ഒറ്റക്കിരുന്ന് മനസ്സാന്നിധ്യത്തോടെ ശ്രദ്ധയോടെ വിളിച്ചാൽ അജബ്തു മുസ്രിഅൻ മിൻ അജ്ലി ദഅവതിഹി ഫൽയദ്ഉ യാ അബ്ദൽ ഖാദിർ മുഹയ്യിദ്ദീൻ. ആ വിളി കേട്ടുകൊണ്ട് ഞാൻ ഉടനെ ഉത്തരം ചെയ്യുന്നു. ഇത് പ്രചരിപ്പിക്കുന്ന സഹോദരന്മാരെ, ഇതിൽ വീണുപോയിട്ടുള്ള, പെട്ടുപോയിട്ടുള്ള എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരീ സഹോദരങ്ങളോട് എനിക്ക് ഉണർത്താനുള്ളത്, അതേ, എന്താണ് സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞത്? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. മഹാത്മാക്കളോട് തേടലാണ് ഏറ്റവും നല്ലത് എന്നിടത്ത് വരെ എത്തി. മഹാത്മാക്കളെ മാറ്റി നിർത്തി അള്ളാഹുവോട് നേരിട്ട് സഹായം ചോദിക്കലാണ്. ചോദിക്കുന്നത് നേടാൻ ഏറ്റവും നല്ലത് എന്നതിന് യാതൊരു തെളിവുമില്ല. മറിച്ച് കേട്ടോ, വാചകം ശ്രദ്ധിച്ചോളണം, നിങ്ങളുടെ ശ്രദ്ധ തെറ്റാതെ കേട്ടോ. ചോദിക്കുന്നത് നേടാൻ ഏറ്റവും നല്ലത് മഹാത്മാക്കളോട് ചോദിക്കലാണ് എന്ന വസ്തുത ഖുർആനോ ഹദീസോ തള്ളിക്കളയുന്നില്ല. മുഹയ്യിദ്ദീൻ മാലക്കൊരു ഫൈസി വ്യാഖ്യാനം കൊടുത്തതാണ്. ഇനിയും കേട്ടോ, അതിനാൽ ചോദിക്കുന്നവന് കാര്യം നേടാൻ ഏറ്റവും നല്ലത് മഹാത്മാക്കൾ മുഖേനയാണെന്ന് വരുന്നു. കാരണം അതിലെ കാര്യം നേടുന്നു എന്ന ഉറപ്പുള്ളൂ. ഉത്തരം കിട്ടും എന്ന ഉറപ്പ് നമ്മൾ നേരിട്ട് ചോദിച്ചാലില്ല. അത് മഹാത്മാക്കൾ മുഖേന ചോദിച്ചാലേ കിട്ടൂ എന്ന് കൃത്യമായി തന്നെ എഴുതി വെച്ചു. ഇനിയും കേട്ടോ, മറ്റൊരു വിശ്വാസിയെ സഹായിയായി അംഗീകരിക്കുന്നത് ഈമാനിന്റെ ലക്ഷണമാണെന്നാണ് ഈ ആയത്ത് കുറിക്കുന്നത്. ഏതായത്ത്? വൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബഅ്ദുഹും ഔലിയാഉ ബഅ്ദ്. സത്യവിശ്വാസികളും വിശ്വാസിനികളും പരസ്പരം അവരെ മിത്രങ്ങളാണ് എന്ന ആയത്ത് കൊടുത്തിട്ട് ഫൈസി വ്യാഖ്യാനിക്കുകയാണ്. മറ്റൊരു വിശ്വാസിയെ സഹായിയായി അംഗീകരിക്കുന്നത് ഈമാനിന്റെ ലക്ഷണമാണെന്നാണ് ഈ ആയത്ത് കുറിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് അംഗീകരിക്കാതിരിക്കൽ കുഫറിന്റെ ലക്ഷണമായി കാണാൻ പ്രയാസമില്ല. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്താ ഈ പറഞ്ഞത്? മഹാത്മാക്കളെ വിളിച്ചുകൊണ്ട് സഹായം തേടാത്തവൻ, അതേ, അവനിൽ കുഫറിന്റെ ലക്ഷണം തന്നെ. ഈമാനില്ല. ഫൈസി അത് പച്ച മലയാളത്തിൽ എഴുതിവിട്ടു. മാത്രമല്ല അള്ളാഹുവോട് മാത്രം സഹായം ചോദിക്കലല്ലേ ഏറ്റവും നല്ലത് എന്ന ചോദ്യം അസ്ഥാനത്തും അപകടവുമാണ്. ഫൈസി എഴുതുകയാണ്, മറിച്ച് ആരെല്ലാം നമ്മുടെ സഹായികളായി അള്ളാഹു അംഗീകരിച്ചോ അവരെയെല്ലാം സഹായികളാക്കുന്നതാണ് ഏറ്റവും നല്ലത്. മാത്രമല്ല, ഇതുകൊണ്ട് യഥാർത്ഥ വിശ്വാസിയാണെന്ന് തെളിയൂ. അപ്പൊ യഥാർത്ഥ മുഅ്മിനാകണോ? റബ്ബിനോട് നേരിട്ട് ചോദിക്കലല്ല, മഹത്തുക്കളോട് ചോദിച്ചോ. അതല്ലേ നമ്മുടെ നാട്ടിലൊക്കെ പ്രചാരത്തില്ലതാ. അവര് സമൂഹത്തോട് പറഞ്ഞത്, മമ്പുറത്തെ തങ്ങളെ വിളിച്ചോ, ഇടങ്ങേറ് വരുമ്പോ വിളിച്ചോ, മമ്പുറത്തെ എന്ന് വിളിച്ചോ. നിങ്ങൾക്ക് അതാ ഏതു പ്രയാസത്തിലും തങ്ങള് രക്ഷക്കെത്തും എന്ന് സമൂഹത്തിന്റെ മുമ്പാകെ പറഞ്ഞു പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം തീർന്നില്ലല്ലോ. ആയത്ത് വരെ തെളിവാക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൽ പോലും ഉണ്ടത്രേ. എന്താണ് ഖുർആനിൽ അല്ലാഹ് പറയുന്നത്? വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. എൻ്റെ അടിമകൾ എന്നെ പറ്റി താങ്കളോട് ചോദിച്ചാൽ തീർച്ചയായും ഞാൻ അടുത്തവനാണ്. എന്നോട് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിച്ചവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും. എന്നിട്ട് ഈ ഫൈസി എന്ത് ചെയ്യാണ്? ഇത് കണ്ടോ, അൽ മുബാറക് ബുക്ക് ഹൗസ് തങ്ങൾസ് റോഡ് തിരൂർ ഇവിടെ നിന്ന് പ്രസിദ്ധീകരിച്ചതിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. അതെ, അതിൻ്റെ അവസാനം ഇയാൾ കൊടുക്കുന്നു. ഈ ആയത്ത് തന്നെ പറയുന്നത് അള്ളാഹുവുമായി അടുക്കാൻ പ്രവാചകനെയാണ് ആദ്യം സമീപിക്കേണ്ടതെന്നാണ്. നമ്മിൽ പലരും ഇത് ചിന്തിക്കാറില്ല. കണ്ടോ, അള്ളാഹുവുമായിട്ട് അടുക്കണമെങ്കിൽ പ്രവാചകനെ ആദ്യം സമീപിക്കണം. ഒരർത്ഥത്തിൽ അത് ശരിയാണ്, ദ്വയാർത്ഥമുള്ള വാചകമാണ്. പക്ഷേ മുസ്ലിയാർക്ക് ദുരുദ്ദേശമാണ്. നബി സല്ലല്ലാഹു അലൈഹി
വസല്ലം പഠിപ്പിച്ച ദീനിലൂടെ അല്ലാതെ നമുക്ക് അല്ലാഹുവിലേക്ക് അടുക്കാൻ കഴിയില്ല. അത് ശരി തന്നെയാണ്. പക്ഷേ മുസ്ലിയാർ ഉദ്ധരിച്ച കുതന്ത്രം വേറെയാണ്. റസൂലുള്ളാഹിനോട് തേടിയാലല്ലാതെ അല്ലാഹുവിങ്കലേക്ക് എത്താനാവില്ല എന്ന് പറയാനാണ് ഇയാൾ ഈ വാചകം തിരികെ കയറ്റിയത്. കേട്ടോ, അവസാനം പറയുന്നത് കേട്ടോ, എൻ്റെ അടിമകൾ താങ്കളോട് ചോദിച്ചാൽ, അഥവാ ഇദാ സഅലക ഇബാദി എന്ന പ്രയോഗത്തിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നത് അല്ലാഹുവിൻ്റെ യഥാർത്ഥ അടിമകൾ നബിയോട് ചോദിക്കും എന്നാണ്. അള്ളാഹിൻ്റെ യഥാർത്ഥ അടിമകൾ നബിയോട് ചോദിക്കും എന്നാണ്. അങ്ങനെ ചോദിക്കാത്തവർക്ക് അടുപ്പമോ ഉത്തരമോ ലഭിക്കില്ലെന്ന് തന്നെ ഇതിൽ വ്യക്തമാകുന്നു. കണ്ടോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കാത്തവർക്ക്, അള്ളാഹിനോട് നേരിട്ട് ചോദിക്കുന്നവർക്ക് അള്ളാഹിനോട് അടുപ്പം കിട്ടൂല, ഉത്തരം കിട്ടൂല. കുറച്ചുകൂടി കടന്നുകൊണ്ട് അൽ ഇർഫാദ് മാസികയിലൂടെ പറഞ്ഞു, നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് മാത്രമേ തേടാൻ അർഹതയുള്ളൂ. അള്ളാഹുവിനോട് തേടാൻ അർഹത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മാത്രമാണ്. അതുകൊണ്ട് മുഴുവൻ വിളികളും വിളിച്ചോ യാ റസൂലല്ലാഹ് യാ അക്റമൽ ഖൽഖി മാലി മൻ നലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമീമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചോളാൻ അതേ 10,000 വിളിച്ചു കൂട്ടിയ സ്വലാത്ത് നഗറുകളിൽ വെച്ച് ഓ തങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മനസ്സ് പൊട്ടിക്കൊണ്ട് ആമീൻ ചൊല്ലുന്ന ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ഈ രൂപത്തിൽ പ്രാർത്ഥിക്കാൻ. അതുകൊണ്ടും തീർന്നില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ അതേ മുമ്പൊരു സഖാഫി ഒരു പുസ്തകം എഴുതിയപ്പോൾ വലവന്നഹും ഇല്ലലമു അൻഫുസഹും എന്ന ആയത്തിന് നബിയോടും പ്രാർത്ഥിച്ചാൽ എന്ന അർത്ഥം കൊടുത്തപ്പോൾ മുജാഹിദ് കേരളം അവരെ ഇരുത്തേണ്ടിടത്ത് ഇരുത്തിയിട്ടുണ്ട്. ആ ദുർവ്യാഖ്യാനം ആളത്തിൽ ഒളിച്ചിട്ടുണ്ട്. പക്ഷേ താത്തൂർ ശുഹദാക്കൾ എന്ന പേരിൽ താത്തൂർ ജുമാ മസ്ജിദുകാർ പ്രസിദ്ധീകരിച്ചു താത്തൂർ ശുഹദാക്കളുടെ മദ്ഹ് പറഞ്ഞുകൊണ്ടുള്ള പുസ്തകത്തിൽ അതാ വീണ്ടും അത് എഴുതി വെച്ചു. ശ്രദ്ധിച്ചോ മുസ്ലിമേ, അല്ലാഹുവിന്റെ ആയത്തുകൾക്കെതിരെയുള്ള ക്രൂരമായ കയ്യേറ്റം കേട്ടോ നിങ്ങൾ. ആ വാചകം ഖുർആൻ പറയുന്നു, സ്വശരീരങ്ങളോട് അക്രമം കാണിച്ചവർ നിശ്ചയം അവർ തങ്ങളെ സമീപിച്ച് അല്ലാഹുവിനോടും റസൂലിനോടും പൊറുക്കൽ തേടിയാൽ തൗബ സ്വീകരിക്കുന്നവനായും കരുണ കാണിക്കുന്നവരായും അല്ലാഹുവിനെ അവർ എത്തിക്കും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇതിലേറെ അപകടം ഇനി എന്ത് വേണം? റസൂലുള്ളാഹിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് അല്ലാഹുവിനോട് തേടണം എന്ന് പറഞ്ഞതിന് ബദലായിക്കൊണ്ട് അല്ലാഹുവിനോടും റസൂലിനോടും പൊറുക്കൽ തേടിയാൽ എന്ന് അർത്ഥം മാറ്റുന്നു. ഈ രൂപത്തിലുള്ള ക്രൂരമായ കയ്യേറ്റങ്ങൾ, കടന്നേറ്റങ്ങൾ ഏറ്റവും വലിയ പ്രമാണമായ ഖുർആനിന് നേരെ ഉതിർത്തുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ നമ്മൾ തല്ലാണോ വേണ്ടത്? നമ്മൾ മുശ്രിക്കുക എന്ന് പറയാണോ വേണ്ടത്? അതേ, അവിടെ നമ്മൾ ചിന്തിക്കണം, ശരിക്കും ചിന്തിക്കണം. ഈ രൂപത്തിലുള്ള ശിർക്കൻ പ്രവർത്തനങ്ങൾ പച്ചയായി സമൂഹത്തിൽ നടക്കുകയാണ്. എന്നിട്ട് അവരാണിപ്പോൾ പറയുന്നത് ഞങ്ങളുടെ കയ്യിലുള്ള തൗഹീദ് സുഭദ്രമാണ്, അചഞ്ചലമാണ്, ഞങ്ങളുടെ കയ്യിലുള്ള തൗഹീദ് വളരെ ക്ലിയറാണ്. സർവരെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്ന ഖൗമ്. അതേ, വഖദ് ഖസ്സനി ബിൽ ഇൽമി വത്തസ്രീഫി ഇൻ ഖുൽതു കുൻ യകുൻ ബിലാ തസ്വീഫി. അഥവാ അവരുടെ ശൈഖുമാര് പാടുകയാണ്, എനിക്ക് അല്ലാഹ് അറിവ് തന്നിട്ടുണ്ട്, എനിക്ക് ഈ ലോകം മുഴുവൻ കൺട്രോൾ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. എത്രത്തോളം? ഇൻ ഖുൽതു കുൻ യകുൻ ബിലാ തസ്വീഫി. ഞാനെങ്ങാനും ഒരു വസ്തുവിനോട് കുൻ നീ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ഉടനെ ഉണ്ടാകുന്നതാണ്. ബിലാ തസ്വീഫി,
പിന്നേക്കൊന്നും കാത്തു നിൽക്കില്ല. പറഞ്ഞാൽ പറഞ്ഞു തീരും മുമ്പേ ഞാൻ പറഞ്ഞാൽ അത് ഉണ്ടാകുമെന്ന് അല്ലാഹു റബ്ബുൽ ആലമീനിന്റെ വിശേഷണമായി കൊണ്ടവൻ പറഞ്ഞതാണ്. അതേ, റബ്ബൊരു കാര്യം ഉദ്ദേശിച്ചാൽ അതിനോടവൻ പറയുകയേ വേണ്ടോ. കുൻ ഫയകൂൻ, അതേ ഉണ്ടാകൂ എന്ന് പറയുമ്പോഴേക്ക് ഉണ്ടായിത്തീരുന്നു. ഇതേ അവകാശവാദം പോലും ഉന്നയിക്കുന്ന ശൈഖുമാരെന്ന് പറയുന്ന സൂഫികൾ, ഇവരിവിടെ തീർത്തൊരു വിശ്വാസമുണ്ട്, ഇവരിവിടെ ഉണ്ടാക്കി തീർത്ത ഒരു വിശ്വാസമുണ്ട്. ഏതാണ് ആ വിശ്വാസം? ലോകം മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത്, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന അതേത് കക്ഷിയിലുള്ള ആളുകളാണെങ്കിലും നിങ്ങളൊന്ന് നിഷ്പക്ഷമായി ഒന്ന് ഗ്രഹിക്കും. ലോകത്തിൻ്റെ കൺട്രോൾ പടച്ച റബ്ബിൻ്റെ കയ്യിലല്ലേ. ആ റബ്ബതാ ഇവരെ അങ്ങ് ഏൽപ്പിച്ചിരിക്കുന്ന പോലും. ഇവിടെ അതാ ലോകത്തിൻ്റെ അച്ചുതണ്ടെന്ന പേരിൽ ഒരാളെ കൊണ്ടുവന്ന് അതേ സ്ഥാനക്കയറ്റം കൊടുത്തു. അയാൾക്കാണ് ഖുത്ബുൽ അഖ്താബ് എന്ന പേര് കൊടുത്തത്. പിന്നെ അതാ ഗൗസുൽ അഅ്സം എന്ന പേര് കൊടുത്തു, അബ്ദാലുകൾ എന്ന പേര് കൊടുത്തു, നുഖബാവുകൾ എന്ന പേര് കൊടുത്തു, നുജബാക്കൾ എന്ന പേര് കൊടുത്തു, ഔതാദുകൾ എന്ന പേര് കൊടുത്തു. ഈ വിശ്വാസം പഴച്ച ഈ സൂഫി വിശ്വാസം കേരളത്തിലേക്ക് മാർക്കറ്റ് ചെയ്യപ്പെട്ടു. അങ്ങനെ കേരളത്തിലതാ ഒട്ടേറെ കുത്തുബുകളുടെ രംഗപ്രവേശം. മമ്പുറത്തെ തങ്ങളതാ ഖുത്ബുസ്സമാൻ എന്നല്ലേ അറിയപ്പെടുന്നത്. മമ്പുറത്തെ തങ്ങളാണ് ഇവിടെ ഖുത്ബുസ്സമാനായിട്ട് ഒരു സമൂഹത്തെ നിയന്ത്രിക്കുന്നു എന്ന് എഴുതിയത്. മമ്പുറത്തെ തങ്ങളെ കുറിച്ച് വന്ന ഒരു ലേഖനത്തിലതാ ഹെഡിങ് തന്നെ എൻ്റെ മുസ്ലിമീങ്ങളെ നിങ്ങൾ ഓർത്തു വെക്കണം, ഖുത്ബുസ്സമാൻ സമൂഹത്തെ നിയന്ത്രിക്കുന്നു. എല്ലാം നിയന്ത്രിക്കുന്നത് ഖുത്ബുസ്സമാനാണ്. കേട്ടോ, എന്തൊക്കെ അവർ ചെയ്യുന്നത്? പ്രപഞ്ചത്തെ സമതുലിതമായി നിലനിർത്തുക. ഇവിടെ സമതുലിതമായി പ്രപഞ്ചം പൊട്ടലും വിള്ളലുകളും പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇവിടുത്തെ എല്ലാ ഗോളങ്ങളെയും നിലനിർത്തണം. ഖുത്ബുസ്സമാൻ ചെയ്യുന്ന പണികളാണ്. കേട്ടോളണം നിങ്ങൾ. ഭൂമിയിൽ മഴ വർഷിപ്പിക്കുക, സസ്യലതാദികൾ മുളപ്പിക്കുക, ഭൂനിവാസികൾക്ക് അന്നം നൽകുക തുടങ്ങിയ അതിഭൗതിക കാര്യങ്ങൾ പോലും അത്തരം കുത്തുബുകളുടെ ശ്രദ്ധയും ദൈവാനുമതി പ്രകാരമുള്ള സ്വാധീനവും ഉണ്ടായിരിക്കുമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. താൻ ജീവിച്ച കാലഘട്ടത്തിലെ കുത്തുബായിരുന്നു മമ്പുറം സയ്യിദ് അലവി തങ്ങളെന്ന് പ്രസ്താവിക്കുന്നതിലൂടെ തന്നെ ഈ ലേഖനം അതിൻ്റെ ഉത്തരവാദിത്വം വളരെ ഭംഗിയായി നിർവഹിക്കുന്നു. അപ്പം മമ്പുറത്തെ തങ്ങളതാ ഖുത്ബുസ്സമാൻ എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ ഗോളങ്ങളെ നിയന്ത്രിക്കുന്ന വ്യക്തി, മഴ പെയ്യിപ്പിക്കുന്ന വ്യക്തി, സസ്യലതാദികളെ മുളപ്പിക്കുന്ന വ്യക്തി, ഇവിടെയുള്ള ഭൂനിവാസികൾക്ക് റിസ്ക് നൽകുന്ന വ്യക്തി. അങ്ങനെ അതാ ഓരോ കാലത്തും ഇങ്ങനെ കുത്തുബുകളുണ്ട്. ആ കുത്തുബുകൾക്ക് താഴെ പിന്നെയും കാറ്റഗറികളുണ്ട്. ഗൗസുണ്ട്, അബ്ദാലുണ്ട്, നുഖബാവുണ്ട്, നുജബാവുണ്ട്. എല്ലായിടത്തും അവരതാ ഓടിയെത്തുന്നു. അവർക്കതാ ഒരു പ്രശ്നവുമില്ല. ലോകം മുഴുവൻ അവരുടെ കാൽ കീഴിൽ ചുരുട്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടല്ലേ മമ്പുറത്തെ തങ്ങളെ കുറിച്ച് പറഞ്ഞത് നിശാ പ്രാർത്ഥന, നിശാ പ്രാർത്ഥന. മമ്പുറത്തെ സ്വന്തം വീട്ടിനടുത്തുള്ള പള്ളിയിൽ വെച്ചും പ്രഭാത നേരത്ത് മസ്ജിദുൽ ഹറമിൽ വെച്ചും പതിവായി അനുഷ്ഠിച്ചിരുന്ന മമ്പുറം തങ്ങൾ സാധാരണക്കാരനിൽ സാധാരണക്കാരനും ജനകീയനുമായിട്ടാണ് ജീവിച്ചത്. മമ്പുറത്തെ തങ്ങളെ പറ്റി പറഞ്ഞ അത് എന്താ? നിശാ പ്രാർത്ഥന അഥവാ ഇശാനിസ്കാരം അദ്ദേഹം മമ്പുറത്തെ സ്വന്തം വീട്ടിൻ്റെ അടുത്തുള്ള പള്ളിയിൽ വെച്ച് എന്നും നിസ്കരിക്കും. സുബഹിക്കോ മസ്ജിദുൽ ഹറമിലെത്തും. ഇത് ഒരു ദിവസത്തെ പരിപാടിയല്ല, എല്ലാ ദിവസവും മഹാനവറുകളുടെ പരിപാടി അതായിരുന്നു. കാരണം കുത്തുബുകൾക്കുണ്ടോ വല്ല പ്രശ്നവും? അവർ ലോകം മുഴുവൻ ഇങ്ങനെ സഞ്ചരിക്കുകയല്ലേ. വിളിച്ചാൽ വിളിപ്പുറത്തുണ്ട്. കടലിൽ വെച്ച് മമ്പുറം തങ്ങളോട് തേടിയപ്പോൾ ഉടനെ അതാ മമ്പുറം തങ്ങളോട് പ്രാർത്ഥിച്ചു എന്ന് തന്നെയാണ് സുന്നി വോയിസുകാരൻ എഴുതിവിട്ടത്. മമ്പുറത്തെ തങ്ങളോട് കടലിൽ വെച്ച് കുടുങ്ങിയപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ മമ്പുറത്തെ തങ്ങളതാ സഹായത്തിന് ഓടിയെത്തുന്നു. ഇങ്ങനെ ഔലിയാക്കളെ പറ്റിയുള്ള വ്യത്യസ്തത്തിലുള്ള സങ്കല്പങ്ങൾ ഉണ്ടായി. അതേ, ഇതൊന്നും ഇസ്ലാമിന് പരിചയമുള്ള ഔലിയാക്കളല്ല. നിസ്കരിക്കാത്ത ഔലിയാക്കളെ പറ്റി പറഞ്ഞു. അവർ നിസ്കരിക്കുന്നത് കാണൂല. അതുകൊണ്ടല്ലേ മടവൂരിലുള്ള CM വലിയ നിസ്കരിക്കുന്നില്ലെന്ന പരാതിയുമായി ചെന്ന മുരീദിനോട് കൈവെള്ള കാണിച്ചു കൊടുക്കുന്നു. സ്വന്തം വീട്ടിലെ വാതിലടച്ച് വാതിലിലേക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു.
കൊടുക്കുന്നു. അവിടെ അതാ കൈവെള്ളയിലും വാതിൽ പൊളിയിലും ഒരു സ്ക്രീൻ തെളിയുന്നു. പരിശുദ്ധ കഅബയതാ തെളിയുന്നു. കഅബയിലതാ കഅബയുടെ പരിസരത്ത് ഹറം മസ്ജിദിൽ വെച്ച് അതേ CM മടവൂരി ഇമാമായിക്കൊണ്ട് നിസ്കാരം നടത്തുന്നു. ഈ രൂപത്തിലുള്ള വിശ്വാസം മുസ്ലിമേ, ഏതായത്ത് കൊണ്ടാ നിങ്ങൾ വിശ്വസിക്കുന്നത്? ഏത് ഹദീസ് കൊണ്ടാ നിങ്ങൾ വിശ്വസിക്കുന്നത്? ഏത് സഹാബത്തിന്റെ പിൻബലമാ നിങ്ങൾക്കുള്ളത്? ചിന്തിക്കണേ. കക്ഷിത്വം മാറ്റിവെച്ചുകൊണ്ട് ഇതെന്റെ പരലോകത്തിന്റെ രക്ഷക്കാവശ്യമുള്ള കാര്യമല്ലേ പറയുന്നതെന്ന് എന്റെ ശബ്ദം ശ്രവിക്കുന്നവര് മനസ്സിലാക്കണം. തീർന്നില്ലല്ലോ. CM മടവൂരത നോമ്പെടുക്കൂലാന്നാണ് പറയുന്നത്. പരിശുദ്ധ റമളാനിന്റെ പകൽ സമയത്ത് പോലും ചായ കുടിക്കുന്നു, സിഗരറ്റ് വലിക്കുന്നു. കാണാൻ വരുന്ന മുരീദുമാരുടെ മുമ്പിലേക്ക് കുടിച്ച ചായയുടെ ബാക്കി കൊടുത്തുകൊണ്ട് കുടിപ്പിച്ച് നോമ്പ് ബാത്തിലാക്കിപ്പിക്കുന്നു. എന്നിട്ടും പറയുന്നു സാക്ഷാൽ സുന്നത്ത് ജമാഅത്തിന്റെ വലിയാണ് ഞങ്ങളുടെ CM എന്ന്. തീർന്നില്ല. സ്വർണ്ണ മോതിരം ധരിക്കുന്നു, സ്വർണ്ണ ചെയിര് ധരിക്കുന്നു. മമ്പറത്തെ തങ്ങളുപ്പാപ്പാനെ കുറിച്ച് വരെ മൗലിദിൽ പറയുന്നത് അദ്ദേഹം അതാ സ്വർണത്തിന്റെ മോതിരം ധരിച്ചിരുന്നു എന്നാണ്. സ്വർണ്ണ മോതിരം ധരിച്ചിരുന്നു, പട്ടുവസ്ത്രം മമ്പറത്തപ്പാപ്പ ഉടുത്തിരുന്നു എന്നാണ് മമ്പുറത്തെ തങ്ങളുടെ പേരിലുള്ള മൗലിദിൽ പോലും കാണുന്നത്. പ്രിയമുള്ളവരെ, ഇസ്ലാം പഠിപ്പിച്ച ഔലിയാക്കൾ ഇങ്ങനെയാണോ? ഇതാണോ ഇസ്ലാം പഠിപ്പിക്കുന്ന പ്രമാണങ്ങളിലുള്ളവർ? തീർന്നില്ലല്ലോ. ഇവർക്കൊന്നും ഒരൊറ്റ ശരീരമല്ല, 300ഉം 400ഉം ശരീരങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു. മക്കത്തുമുണ്ട്, മുക്കത്തുമുണ്ട്, പാലക്കാടുമുണ്ട്, കോഴിക്കോടുമുണ്ട്, കണ്ണൂരുമുണ്ട്, പഴയങ്ങാടിയിലുമുണ്ട്, തിരൂരുമുണ്ട്. ഓരോ സ്ഥലത്തും ഇവർ തന്നെയുണ്ട്. കാരണം ധാരാളം ശരീരങ്ങളാണ്, ഒരുപാട് ശരീരങ്ങളാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ ശരീരമേ അവിടുത്തേക്കുണ്ടായിരുന്നുള്ളൂ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ലോകം കണ്ട ഔലിയാക്കളുടെ നേതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും പ്രവാചകനും കൂടെ ഹിജ്റ പോകുമ്പോൾ ഒരൊറ്റ ശരീരമല്ലേ ഉള്ളൂ? വേറൊരു ശരീരം പകരം കൊടുക്കാനുണ്ടോ? ഇല്ല. ഈ രൂപത്തിലൊക്കെ മഹാന്മാരെ കുറിച്ചുള്ള വിശ്വാസങ്ങൾ മാത്രല്ല, ഇവർക്ക് വിവിധ ശരീരങ്ങൾ ഉണ്ട് എന്ന് മാത്രല്ല, ഇവർ മരണപ്പെട്ട് കഴിഞ്ഞാൽ രാജ്യത്തതാ നിങ്ങൾ ലോകത്തെമ്പാടും പല സ്ഥലങ്ങളിലും ഒരേ നബിമാരുടെ പേരിൽ തന്നെ ഒന്നിലധികം ഖബറുകൾ. അയ്യൂബ് നബിയുടെ പേരിൽ പലയിടത്തും ഖബറ്, ഹൂദ് നബിയുടെ പേരിൽ പലയിടത്തും ഖബറ്, അതേ മൂസ നബിയുടെ പേരിൽ പലയിടത്തും ഖബറ്, ശുഐബ് നബിയുടെ പേരിൽ പലയിടത്തും ഖബറ്, ഔലിയാക്കളുടെ പേരിൽ പലയിടത്തും ഖബറ്. അതേ ഈ തിരൂരിലുമില്ലേ ഒരു ചരിത്രം, പുതിയങ്ങാടിയിൽ യാഹൂ തങ്ങളുടെ പേരിൽ 2 ജാറങ്ങൾ. എങ്ങനെ ഇത് രണ്ടിലും ആളുണ്ടോ? എങ്ങനെ ഇത് രണ്ടും കൂടെ ശരിയാവും? അതിനൊക്കെയും ഫത്വ റെഡിയല്ലേ? എന്താ കാരണം? മഹത്തുക്കളായ ആളുകളൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ അതേ ആഴിക്കടലിലുള്ള മത്സ്യങ്ങൾ ഊളിയിട്ട് പോകും പോലെ അവർക്കിങ്ങനെ എല്ലാ ഖബറുകളിലേക്കും ഉദ്ദേശിക്കുന്നിടത്തൊക്കെ സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകപ്പെടുന്നു. അതുകൊണ്ട് ഇന്നൊരിടത്താണെങ്കിൽ നാളെ മറ്റൊരിടത്താണ്. അതുകൊണ്ട് ഏത് ഖബറിൽ പോയാലും അവിടെയൊക്കെ അവരുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടുള്ള അന്ധവിശ്വാസങ്ങൾ, പ്രിയപ്പെട്ട മുസ്ലിമേ, ഇതാര് പഠിപ്പിച്ചതാണ്? എവിടെ നിന്ന് കിട്ടിയ സംസ്കാരമാണ്? എവിടെ നിന്ന് പഠിപ്പിക്കപ്പെട്ട തത്വമാണ്? സമൂഹത്തോട് നിങ്ങൾ മറുപടി പറയേണ്ടതുണ്ട്. തീർന്നില്ലല്ലോ. ഇവർ പഠിപ്പിക്കുന്ന ഔലിയാക്കന്മാരതാ മലക്കുൽ മൗത്തിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നു, പിരിച്ചുവിടും എന്ന ഭീഷണിപ്പെടുത്തുന്നു. ഒരൗലിയ റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ 19 കുട്ടികൾ പിന്നാലെ കൂടിയിട്ട് എന്തോ പരിഹസിച്ചു പോലും. ആ നേരത്തെ ഔലിയ എന്ന് പറയുന്ന വിദ്വാൻ മലക്കുൽ മൗത്തിനെ വിളിച്ചുകൊണ്ട് പറയുന്ന പോലും അദ്ദേഹത്തിന്റെ ഭാഷയിൽ, യാ അസ്റായീൽ, ഓ അസ്റായീലേ, ഈ 50 കുട്ടികൾ എന്നെ കളിയാക്കുന്നുണ്ട്, ഒരെണ്ണത്തെ വിടാതെ 50 എണ്ണത്തിന്റെയും റൂഹ് ഇപ്പൊ പിടിച്ചോളണം, ഇല്ലെങ്കിൽ മലക്കുകളുടെ ഡ്യൂട്ടിയിൽ നിന്ന്, ആ പട്ടികയിൽ നിന്ന് നിന്നെ ഞാൻ ഡിസ്മിസ് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞു മലക്കുൽ മൗത്തിനെ ഭീഷണിപ്പെടുത്തി. എന്ന് മാത്രമല്ല, ഉടനെ തന്നെ ഇത് കേട്ട് പേടിച്ചുകൊണ്ട് അനുസരിച്ചുകൊണ്ട് അതേ മലക്കെന്തു ചെയ്യുന്നു? 50 കുട്ടികളുടെയും റൂഹ് പിടിക്കുന്നു. അതേ ഫസ്ബഹു മൗതാജ് മഴീൻ, അവരെല്ലാവരും മരിച്ചു വീഴുന്നു. ഇതെന്ത് ഇസ്ലാമാ? ഇതെന്ത് ഔലിയാക്കളാ?
ഇതെന്ത് പ്രമാണങ്ങളിലുള്ളതാ? ഇതാര് പഠിപ്പിച്ചതാ? പ്രിയമുള്ളവരെ, ഇതൊന്നും ഞാൻ ആരുടെയും പേരിൽ ആരോപിക്കുകയല്ല. എൻ്റെ സമയക്കുറവ് കൊണ്ട് അതേ പ്രമാണങ്ങളിൽ നിന്ന്, അവരുടെ പുസ്തകങ്ങളിൽ നിന്ന് വായിക്കാൻ നേരമില്ലാത്തത് കൊണ്ടാണ്. ഇതൊന്നും നിഷേധിക്കാൻ ഇന്ന് വരെ ഒരുത്തർക്കും സാധിച്ചിട്ടില്ല. തീർന്നില്ലല്ലോ, മുൻകർ നക്കീറിനെ വരെ പേടിപ്പിച്ചയക്കാൻ കഴിവുള്ള ഔലിയാക്കന്മാര് ചോദ്യത്തിന് വേണ്ടി ഖബറിൽ മലക്കുകൾ വരുമ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം പറയാനാകാതെ വിഷമിച്ച നേരത്ത് അടിക്കാൻ ദണ്ടോങ്ങിയപ്പോൾ ആ വടി തട്ടി തെറിപ്പിച്ചു കൊണ്ടുപോകുന്നു. അതുപോലെ തന്നെ എൻ്റെ മുരീദിനോട് ഇനി മേലാൽ ചോദ്യം ചെയ്യാൻ പോകരുതെന്ന കരാറ് വാങ്ങുന്നു. അതേ, നീ എന്നെ ചോദ്യം ചെയ്യാൻ വന്നിരിക്കുകയാണോ എന്ന് ഖബറിൽ കിടക്കുന്ന വ്യക്തി കണ്ണുരുട്ടി പേടിപ്പിച്ച് തിരിച്ചയക്കുന്നു. ഈ വിശ്വാസങ്ങളൊക്കെ ഔലിയാഇന്റെ മഹത്വങ്ങളായിക്കൊണ്ട് പഠിപ്പിക്കപ്പെട്ടു വരുന്ന ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ വെച്ച് പ്രിയമുള്ള മുസ്ലിമേ, നമുക്ക് റെസ്റ്റ് എടുക്കാൻ നേരമുണ്ടോ? നമുക്ക് വിശ്രമിക്കാനായോ? നമുക്ക് പതറി പിന്മാറാനായോ? ഇല്ല ഇല്ല. ആദർശ രംഗത്തുള്ള ഈ കുത്തൊഴുക്ക് ശക്തമായി തന്നെ നമ്മൾ മുന്നേറേണ്ടതുണ്ട്. ഇത്തരം വിശ്വാസങ്ങൾ ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന ആളുകൾ അവരതാ ഹറമിൽ പോയാൽ പോലും അവിടുത്തെ ഇമാമുകളെ തുടരാത്ത കാലമാണിത്. നിങ്ങൾ മനസ്സിലാക്കണം, കാര്യം ചില്ലറയല്ല. മദീനത്തെ ഹറം പള്ളിയിലും മക്കയിലുള്ള ഇമാമുമാരെ പോലും തുടരാൻ പാടില്ലെന്ന് ഇവിടെ വന്നുകൊണ്ട് അനുഭവങ്ങൾ വിശദീകരിക്കുന്ന തങ്ങന്മാർ ഇതിൻ്റെ പരിസരത്തുണ്ടെന്നാ ഞാൻ പറയുന്നത്. വൈലത്തൂർക്കാരൻ ഒരു തങ്ങളതാ, അയാളതാ അവരുടെ ക്ലാസ് റൂമിൽ വെച്ച് കുട്ടികളോട്, ജനങ്ങളോട് പ്രസംഗിക്കുമ്പോൾ അയാൾ പറയുന്നു, അയാൾ മദീനത്തെ പള്ളിയിൽ ഒരിക്കൽ ജുമാക്ക് പോയി പോലും. അങ്ങനെ മസ്ജിദുൻ നബവിയിൽ ജുമാക്ക് ചെന്നപ്പോൾ അവിടെ ഖുതുബ തുടങ്ങിയിരിക്കുന്നു. അന്ന് ഖുതുബ നിർവഹിക്കുന്ന അവിടുത്തെ ഇമാമതാ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്, മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ്. കട്ട പിടിച്ച് കിടന്നിരുന്ന കൂരിരുട്ടിൽ ശിർക്കിൻ്റെതായ അന്ധത ബാധിച്ച് കിടന്നിരുന്ന ഒരു സമൂഹത്തിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മന്ത്രധ്വനിയുമായി കടന്നു വന്നുകൊണ്ട് പോരാട്ടം നടത്തിയ മഹാന്മാരായ നേതാക്കളെ കുറിച്ച് മിമ്പറിൽ വെച്ച് ഖതീബ് പ്രശംസിച്ച് അവർക്ക് വേണ്ടി റഹ്മത്തിനെ തേടുന്നു. വൈലത്തൂർക്കാരൻ തങ്ങൾ എന്ത് ചെയ്യുന്നു? പള്ളിയിലെത്തിയപ്പോൾ ഇതാണ് കേൾക്കുന്നത്. അയാൾക്ക് സഹിച്ചില്ല. മൂപ്പര് ചോദിച്ചു പോലും, ആരായിവരൊക്കെ എന്ന് ചോദിക്കുന്നു. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയോ ഇബ്നുൽ ഖയ്യിമോ മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബോ അവർക്കൊക്കെ തർദിയത്ത് പറയുന്ന ഇവൻ ആരടാ എന്നും പറഞ്ഞിട്ട് മൂപ്പരാ ജുമഅക്ക് പങ്കെടുക്കാതെ ളുഹ്ർ നിസ്കരിച്ചു പോകുന്നു. ആലോചിച്ചു നോക്കണം, മഹാന്മാരായ പണ്ഡിതന്മാരെ ഒന്ന് പ്രശംസിച്ചു പറഞ്ഞ ആ ഇമാമിങ്ങളെ തുടർച്ച പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയിൽ നിന്ന് ജുമഅക്ക് പങ്കെടുക്കാതെ പിരിഞ്ഞു പോകുന്ന ഒരു സമൂഹം ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ, അതേ കൊരങ്ങനെ ഏണി വെച്ചു കൊടുക്കുന്ന നിലക്ക് മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപന ദിവസമതാ ഒരു മൗലവി നിന്നുകൊണ്ട് പറയുന്നു, ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി എന്ന് പറയുന്ന ആ മനുഷ്യൻ